ഇതിന്റെ ബാറ്ററി റേഞ്ച് കൂടിയത് മാത്രമല്ല ബാറ്ററി ടെക്നോളജി കുറച്ച് ഡിഫറെന്റ് ആണ്. ഇത്ര വലിയൊരു വെഹിക്കിൾ യൂസ് ചെയ്യുമ്പോൾ എന്താകും, എങ്ങനെയാ ഓടിക്കാൻ പറ്റുമോ, ഈ ഇത്രയും ട്രാഫിക്കിന്റെ ഇടയ്ക്ക് ഓടിക്കാൻ പറ്റുമെന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷേ നോർമൽ ഒരു ഐസ് വെഹിക്കിൾ വാങ്ങിക്കുന്നത് പോലെ തന്നെ ആയി പോകുമോ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എന്ന് തോന്നുന്നു. നമ്മളൊരു മൊബൈൽ ഫോൺ പോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സോഫ്റ്റ്വെയർ, പിന്നെ ഇതിലൊരു ബാറ്ററി. ഇന്ത്യയിൽ എന്താണെങ്കിലും ഇതൊരു ബഡ്ഡിംഗ് ടെക്നോളജിയാണ്. പൊതുവെ ആളുകൾ പറയുന്ന EV പറ്റി പറയുന്ന ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടയർ പെട്ടെന്ന് ചീത്തയാവും. ആ സീറ്റിന്റെ ഡിസൈൻ ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ നന്നായനേയും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ 2-3 സൈസ് ആയിട്ടുണ്ട്. എത്ര കോസ്റ്റ് വെച്ചായിട്ട് ഓരോ കോസ്റ്റ് എനിക്ക് അതും ഒരു രസകരമായ കാര്യമാണ്. ഞാൻ ഈ 18,000 യൂസ് ചെയ്യുമ്പം എനിക്ക് ആകെ ഇതിൽ വന്നിരിക്കണ കംഫർട്ട് വൈസ് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ പ്രോയിൽ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് വണ്ടി ലോഞ്ച് ചെയ്ത അതേ മാസം തന്നെ ഹിറ്റായിട്ടുള്ളൊരു വണ്ടിയാണ് MG വിൻസർ EV. ഇലക്ട്രിക് വാഹനങ്ങൾ ഇന്ത്യക്കാർ പരിചയപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ MG മോട്ടോഴ്സ് അവതരിപ്പിച്ച വെഹിക്കിളാണ് വിൻസർ EV എന്ന് പറയുന്നത്. അത് റോഡിൽ ഇറങ്ങി തുടങ്ങിയ ആ മാസം തന്നെ ബാക്കി എല്ലാ ബ്രാൻഡ്സിനെയും കടത്തുവെട്ടി ടോപ്പ് സെല്ലിംഗ് EV ആയിട്ടുള്ള വെഹിക്കിളാണ് വിൻസർ EV എന്ന് പറയുന്നത്. ഇപ്പം അവരുടെ വിൻസർ EV പ്രോയും ഇറക്കിയിട്ടുണ്ട്, എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. സോ ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. ഇതിലെ വീഡിയോയിലെ പ്രത്യേകത, ഈ വിൻസർ EVയും EV പ്രോയുടെയും യൂസർ ഒരാൾ തന്നെയാണ്. അതായത് 2 വിൻസർ EV വാങ്ങിയിട്ടുള്ള ഒരാളുടെ എക്സ്പീരിയൻസ് നമുക്ക് ഇതിനകത്ത് അറിയാനായിട്ട് സാധിക്കും. സോ ഈ വണ്ടികളെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അത്യാവശ്യം അറിയാം. നല്ല പോപ്പുലറായിട്ടുള്ള വെഹിക്കിളാണ്. ഇതിന് ഡിസൈൻ വൈസ് ഒക്കെ ആദ്യമൊക്കെ ആളുകൾക്ക് ഓരോന്ന് പല അഭിപ്രായങ്ങൾ വന്നെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഡിസൈൻ തന്നെയാണ്. പല കളേഴ്സിൽ ഇതിന് കിട്ടുന്നുണ്ട്. ഈ വിൻസർ EV ഓൾറെഡി ഒരു വാല്യൂ ഫോർ മണി പാക്കേജാണ്. ഇതിൻ്റെ എല്ലാ വേരിയൻസും ബേസ് വേരിയൻറ്റിനെക്കാട്ടിൽ വാല്യൂ ഫോർ മണി ടോപ്പ് വേരിയൻ്റ് തന്നെയാണ്. സോ അതിൻ്റെ ഒരു പ്രോ വെർഷൻ ഇറക്കിയപ്പോൾ ഒന്നുകൂടെ വാല്യൂ ഫോർ മണി ആക്കി കുറച്ച് പ്രൈസ് കൂടെ കൂട്ടിയാണ് വിൻസർ EV പ്രോയെ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഒരു 20 lakhs ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള വെഹിക്കിളായിട്ട് വേണമെങ്കിൽ ഇതിനെ പറയാം. അതായത് പവേർഡ് ടെയിൽ ഗേറ്റും അഡാസും ഒക്കെയുള്ള ഒരു 18 inch അലോയ്സും ഒക്കെയുള്ള ഇൻറ്റീരിയർ, അതുപോലത്തെ ഒരു ബിസിനസ് ക്ലാസ് കംഫർട്ട് എന്നാണ് MG ഇതിനെ പറയുന്നത്. സോ അത്ര വാല്യൂ ഫോർ മണി ആയിട്ടാണ് എനിക്കെന്നല്ല എല്ലാവർക്കും MG വിൻസറിനെ തോന്നാറുള്ളത്. സോ ലെങ്തി ആക്കുന്നില്ല, മഴ വരുന്നു. അതിന് പിന്നെ നമുക്ക് യൂസറിനെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്ത് ഇതിൻ്റെ വൈ വിൻസർ EV എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാം. സോ ഇതാണ് 2 വിൻസർ EV സ്വന്തമാക്കിയിട്ടുള്ള യൂസർ. ഹലോ സെൻറ്റിൽ ബ്രോ, വെൽക്കം ടു അവർ ചാനൽ. താങ്ക് യു. എന്ത് ചെയ്യുന്നു? ഞാൻ സെറയിൽ വർക്ക് ചെയ്യുന്നു, സോണൽ മാനേജറായിട്ട്. ഓക്കെ. സോ ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഒരു ട്രെൻഡ് മനസ്സിലാക്കി ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള EV തന്നെ സ്വന്തമാക്കി. ആദ്യം വിൻസർ EV സ്വന്തമാക്കി അല്ലേ, പിന്നീട് പ്രോയിലേക്ക് വന്നു. രണ്ടിൻ്റെ സ്റ്റോറി നമുക്കറിയണം. എന്തുകൊണ്ടാണ് വിൻസർ EV ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കാനെന്നുള്ളതൊന്ന് വേഗം ഓടിച്ചിട്ട് പറഞ്ഞു. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. എന്ന് വെച്ചാൽ ഞാനിപ്പം കഴിഞ്ഞ വർഷമാണ് വെഹിക്കിൾ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ഓക്കെ. അപ്പോൾ ഇതിലൊരു സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. ഈ വാഹനം ഞാൻ വന്നിട്ട് ഇപ്പം 20,000 കിലോമീറ്റേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് EV. യെസ്. അപ്പം റഫ്ലി നമുക്കൊരു 3,000 കിലോമീറ്റേഴ്സ് പെർ മന്ത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ യൂസേജ് ഉണ്ട്. അപ്പോൾ നമ്മളത് കൺവേർട്ട് ചെയ്യുമ്പം ഒരു പെട്രോൾ വെഹിക്കിൾ ആണെങ്കിൽ നമുക്ക് 30,000 രൂപയായിരിക്കും ഫ്യൂവൽ കോസ്റ്റ് വരിക. നമ്മൾ സിറ്റി ഡെവലപ്പ് ബെയർ മിനിമം. ഓക്കെ, അപ്പോൾ നമ്മളിനി ഒരു ഐസ് വെഹിക്കിൾ ആണെങ്കിൽ, ഒരു ഐസ് വെഹിക്കിൾ എടുക്കണമെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും വില കുറഞ്ഞ വെഹിക്കിൾ ഏതായിരിക്കും? ഏറ്റവും വില കുറഞ്ഞ ഒരു ഐസ് വെഹിക്കിൾ ഒരു 6 lakhs. ഓക്കെ, നമ്മളതിൻ്റെ പെർ ലാക്ക് EMI വർക്കൗട്ട് ചെയ്യുമ്പം ഒരു 10,000-ൽ കുറയാത്ത ഒരു EMI ഉണ്ടാവും. നമ്മൾ കറക്റ്റ് ശരിയല്ലേ? എന്നിട്ട് നമ്മളിപ്പം ഈ പറയുന്ന 3,000 കിലോമീറ്റേഴ്സ് ഡ്രൈവ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫ്യൂവൽ കോസ്റ്റ് എത്ര വരിക? 30,000 rupees നമുക്ക് ഫ്യൂവൽ കോസ്റ്റ് വരുന്നു, റൈറ്റ്? അപ്പോൾ 30 + 10 40K ആണ് നമ്മുടെ മന്ത്ലി എക്സ്പെൻഡിച്ചർ വരിക, കാറിന് വേണ്ടി മാത്രം വരുന്നത്, വിത്തൗട്ട് സർവീസ് ആൻഡ് റൈറ്റ്. അപ്പോൾ നമ്മൾ നേരെ മറിച്ച് EVയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇതേ വെഹിക്കിൾ തന്നെ 3,000 കിലോമീറ്റർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് റഫ്ലി ഒരു 4,000-4,500 രൂപയായിരിക്കും ഫ്യൂവലിൻ്റെ കോസ്റ്റ് വരിക. ഓക്കെ, കറക്റ്റ്. പിന്നെ നമ്മൾ ഇതിൻ്റെ EMI വർക്കൗട്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ മുഴുവൻ ലോൺ എടുത്താലും നമുക്ക് മാക്സിമം ഒരു 25K. ഓക്കെ, അപ്പോൾ നമുക്ക് 10,000 പെർ മന്ത് സേവിങ് ആണ്. ഓക്കെ. സോ സ്ഥിരം കാര്യം സംഭവിച്ചു. നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് വെയിറ്റ് ചെയ്ത് മഴയിരുന്ന് മഴ പെയ്ത് തുടങ്ങി. നമ്മൾ അകത്തേക്ക് കയറി, വേറെ വഴിയില്ല. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് EMI കാൽക്കുലേറ്റ് നോക്കുമ്പോൾ ഐസ് വെഹിക്കിൾസിന് ഏകദേശം 40,000 എക്സ്പെൻസ് വരുന്നു, റൈറ്റ്? ഓക്കെ, EMIയും പ്ലസ് നമുക്ക് ഫ്യൂവൽ കോസ്റ്റും സർവീസ് കൂട്ടാതെ, റൈറ്റ്? നേരെ മറിച്ച് നമ്മളൊരു EVയിലേക്ക് പോകുമ്പോൾ നമുക്കതൊരു 30,000-ൽ നിൽക്കും. അപ്പോൾ ഏതൊരു ഐസ് വെഹിക്കിൾ യൂസ് ചെയ്യുന്ന ഒരാൾക്കും ചിന്തിക്കാവുന്നത് ഒരു EVയെ കുറിച്ച് തന്നെയാണ്. ഓക്കെ. പിന്നെ ഇതിന്റെ വേറെ
ചില വശങ്ങൾ നോക്കിയാൽ നമ്മളിപ്പം സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിന് എന്ത് സപ്പോർട്ട് ചെയ്യുന്നു, 5% മുതൽ 10% വരെയാണ് മാക്സിമം നമുക്കൊരു EV വെഹിക്കിളിൽ വരുന്ന ഈ പറയുന്ന റോഡ് ടാക്സ്. വെറും 5% മാത്രമായിരുന്നു EVയുടെ 8 ടൺ 3 സ്ലാബിലോട്ടാക്കി ആയിരുന്നു. എന്നാലും ബെനിഫിഷ്യൽ ആണ്. ഓക്കെ, ഇനി നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്ത് സപ്പോർട്ട് വരുന്നു? നമ്മളിതിപ്പം IT എക്സംഷൻ എംപ്ലോയ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്കൊരു 1.5 ലക്ഷം രൂപ ഇതിന്റെ ആനുവലി നമുക്ക് IT എക്സംഷൻ കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്കതൊരു ഇപ്പൊ ശരിക്കും നമ്മൾ ഈ ഇൻട്രസ്റ്റ് പാർട്ടുണ്ടല്ലോ, നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് മാറ്റി നിർത്തിയാൽ ഇൻട്രസ്റ്റ് പാർട്ടെല്ലാം നമുക്ക് IT നമുക്ക് റീഇംബേഴ്സ്മെന്റ് കിട്ടും, അല്ലെങ്കിൽ എക്സംഷൻ കിട്ടും. ഓക്കെ, അപ്പൊ അത് അതിന്റെ ഒരു ക്യാച്ചാണ്. പിന്നെ നമ്മൾ ഇനിയിപ്പം ബാങ്കുകൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു? ചില ബാങ്കുകൾ നമുക്ക് 100% ഫണ്ടിങ് EVക്ക് ചെയ്യുന്നുണ്ട്, 10 years ഫണ്ടിങ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ 1 point കുറവാണ്. പിന്നെ ലേഡീസിന് കുറച്ച് നല്ല സ്കീമുകൾ അവർ കൊടുക്കുന്നുണ്ട്. അപ്പം എങ്ങനെ നോക്കിയാലും നമുക്കത് ബെനിഫിഷ്യൽ ആണ്. പിന്നെ ഇത് നമ്മളൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗവും കൂടിയാണ്. എന്താന്ന് വെച്ചാല് ഇപ്പം ഞാൻ ക്രിക്കറ്റ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗെയിമാണ് ക്രിക്കറ്റ്. അപ്പൊ നമ്മള് ഫിറോസ് ഷാ കോട്ട്ല എന്നുള്ള ഗ്രൗണ്ട് നമ്മളെല്ലാം ഇപ്പൊ ഞാനൊക്കെ എന്താ പറയാ 80s കിഡിൽ പെട്ട ആളാണ്. അപ്പൊ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് സീരീസ് വന്നാൽ മസ്റ്റായിട്ടും ഒരു വെന്യൂ ആണത്. പക്ഷെ ആ ഒരു ഗ്രൗണ്ടിൽ ഇപ്പോൾ ഒരു മാച്ച് പോലും ഇല്ലാത്തൊരു സ്ഥിതിയായി. എന്താന്ന് വെച്ചാൽ നമുക്കിപ്പം ഞാനും താങ്കളും നേരെ ഇരുന്നാൽ കാണാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് പൊല്യൂട്ടഡ് ആണ്. അതല്ലെങ്കിൽ ഇനി വേറൊരു തരത്തിൽ നോക്കിയാൽ ഇപ്പൊ ലോർഡ്സിലൊക്കെ ക്രിക്കറ്റ് മാച്ചുകൾ നടക്കുമ്പോൾ നമ്മള് ഡൊമസ്റ്റിക് ഒരു മാച്ച് അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന ഒരു മാച്ചും ക്ലാരിറ്റിയിൽ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും. അത് ആ പൊല്യൂഷനാണ് അതിന്റെ കാരണം. ഇതിപ്പം നമ്മളിപ്പോ ഡൽഹിയിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. നമുക്ക് കൊച്ചിയിൽ തന്നെ നോക്കിയാൽ കൊച്ചിയുടെ പല ഭാഗങ്ങൾ, ഫോർ എക്സാമ്പിൾ വൈറ്റില, ഏരൂര് പോലെ സ്ഥലങ്ങളൊക്കെ ഈ വല്ലാതെ പൊല്യൂട്ടഡ് ആണ്. അതിന്റെ കാരണം നമ്മൾ ഈ വാഹനങ്ങളൊരു ഭാഗമാണ് പ്രധാനപ്പെട്ട കാരണം. എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ അത്രമാത്രം വ്യവസായങ്ങളൊന്നും ഇന്ന് നിലവിലില്ല. അപ്പോൾ അതൊരു എയർ പൊല്യൂഷൻ, അതുപോലെ സൗണ്ട് പൊല്യൂഷൻ, ഇത് രണ്ടും നമ്മളെ എന്താ പറയാ വല്ലാതെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഏകദേശം ലക്ഷങ്ങൾ വാഹനമാണ് ഒരു ദിവസം നമ്മുടെ കൊച്ചിയിൽ മാത്രം ഇറങ്ങുന്നത് അല്ലെ. ഒരു സിറ്റി മീൻസ് എടപ്പള്ളിയുടെ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ 1 ലക്ഷം വാഹനമാണ്, 1 ലക്ഷം വാഹനം ഒരു ദിവസം എടപ്പള്ളി ജംഗ്ഷൻ വഴി പാസ് ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പോൾ ബാക്കിയുള്ളതോടെ കൂടുമ്പോൾ എത്ര ലക്ഷങ്ങൾ വരും? അത്രയും വണ്ടിയുടെ പൊല്യൂഷൻസ് ആണ് ഒരു സിറ്റിയിൽ മാത്രം. പിന്നെ ആസ് എ സിറ്റിസൺ നമ്മൾ ഒരു തരത്തില് ഇപ്പം ഗവൺമെന്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു ഈ പറയുന്ന EV വെഹിക്കിൾ യൂസ് ചെയ്യുന്നതിൽ. അതുപോലെ തിരിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഐസ് വെഹിക്കിൾ ആണെങ്കിൽ ഇവർ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നു. ആ ഇമ്പോർട്ട് ചെയ്ത് റിഫൈൻ ചെയ്ത് ഒരു എൻഡ് യൂസറിലേക്ക് എത്തുന്നത് വലിയൊരു പ്രോസസ്സാണ്. നേരെ മറിച്ച് ഇന്ന് റിന്യൂവബിൾ എനർജിയുടെ സാധ്യതകൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് ഈ പറയുന്ന EV അങ്ങനെ നോക്കുമ്പോഴും വളരെ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ വീട്ടിൽ തന്നെ പിന്നെന്താണ്, ഗവൺമെന്റ് ഒരുപാട് അതിന് സപ്പോർട്ട് തരുന്നുണ്ട്. നമ്മൾ പുറത്ത് പമ്പുകളിൽ പോയി ക്യൂ നിൽക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് ഫ്യൂവലിന്റെ പ്രൈസ് എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഒരു വാർ വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പ്രൈസിങ് വല്ലാതെ ഫ്ലക്ച്വേറ്റ് ചെയ്യും. അതല്ലെങ്കിൽ പെട്ടെന്ന് ഗവൺമെന്റിന്റെ ഒരു ഇമ്മീഡിയറ്റ് ഫണ്ട് വേണമെങ്കിൽ ഏറ്റവും കൂടുതൽ ടാക്സ് ഇമ്പോസ് ചെയ്യുന്ന ഫ്യൂവലിന്റെ പുറത്തായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടും EV നമ്മുടെ പോക്കറ്റിന് ഇണങ്ങുന്നതും അതുപോലെ നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റോ ഏതൊരു ആസ്പെക്റ്റിൽ നോക്കിയാലും നല്ലൊരു ഓപ്ഷനാണ്. അതുകൊണ്ടാണ് EV എടുക്കണമെന്ന് പ്ലാൻ ചെയ്തത്. അതിലൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഗവൺമെന്റ് ഇത്രയേറെ സപ്പോർട്ട് ചെയ്യുന്നു. വെറും 5 പല സ്റ്റേറ്റ്സിലും 0% ടാക്സ് ആണ് EVസിന്. കർണാടകയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 രൂപ പോലും ടാക്സ് കൊടുക്കേണ്ടതില്ല. ഇവിടെ അത് 5% ആയിരുന്നു, എന്നാലും കുഴപ്പമില്ല. അതിപ്പോ 7ഉം 10ഉം 20 lakhs above ആണെങ്കിൽ 10% ആണ് ടാക്സ് തന്നിരിക്കുന്നത്. സോ കുറച്ച് കാലോടെ കഴിയുമ്പം KCBയുടെ പ്രൈസോടെ കൂടി, അല്ലെങ്കിൽ ഇതിന്റെ ടാക്സുകളൊക്കെ കുറെ കൂടെ ഗവൺമെന്റ് കൂട്ടില്ല എന്ന് വിശ്വസിക്കാൻ പറ്റും. കൂട്ടും, എന്തായാലും കൂട്ടും. പക്ഷെ നോർമൽ ഒരു ഐസ് എഞ്ചിൻ മീൻസ് നോർമൽ ഒരു ഐസ് വെഹിക്കിൾ വാങ്ങിക്കുന്നത് പോലെ തന്നെ ആയി പോകുമോ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എന്ന് തോന്നുന്നു? കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എന്തായാലും ഇതിന്റെ ടാക്സ് സ്ട്രക്ചറിൽ കുറേയൊക്കെ വ്യത്യാസങ്ങൾ വന്നേക്കാം. എന്താ വെച്ചാൽ അതിന്റെ ആദ്യ പ്രതിഫലനമാണ് നമുക്കിപ്പം ഈ കഴിഞ്ഞ സ്റ്റേറ്റ് ഗവൺമെന്റ് ആ ഒരു ബജറ്റ്. പക്ഷെ ഇതെനിക്ക് തോന്നുന്നു ഇത് സെൻട്രൽ ലെവലിൽ കുറച്ചുകൂടി ഇതിലൊരു കൺട്രോൾ വയ്ക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമുക്ക് റോഡുകളിൽ ടാക്സ് എന്താ പറയാ, നമുക്ക് ഓടിക്കുന്ന ദൂരത്തിന് ടാക്സ് കട്ടാവുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും. അപ്പൊ ഈ റോഡ് ടാക്സിൽ കൂടുതലും ഇവര് അതൊരു റവന്യൂ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഫാസ്ടാഗിൽ ചാർജ് ചെയ്യുന്നു, ഗവൺമെന്റ് ഡയറക്റ്റ് ആ ഒരു റവന്യൂ കൃത്യമായിട്ട് ഗവൺമെന്റിന്റെ ഫണ്ടിലോട്ട് പോകുന്ന ഒരു രീതിയിലേക്ക് എത്തുമായിരിക്കും. അതാണ്, അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ മാനേജ് ചെയ്യാൻ പറ്റുക. എല്ലാരും EV എടുത്തെടുത്ത്
ഒരു റോഡിൽ ഒരു 50% EVs ആയി കഴിയുമ്പോൾ ഗവൺമെന്റ് ഇതിന്റെ എല്ലാം റേറ്റ് കൂട്ടുന്നു എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ KSEBിയുടെ ചാർജ് ഇതിനകത്ത് ഇപ്പം ഒരുപാട് പ്രൈവറ്റ് പ്ലേയേഴ്സ് ഒക്കെ ഇനിയിപ്പം പ്രൈവറ്റൈസ് ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ ഇത് നമ്മൾ ഈ പറയുന്ന KSEB എല്ലാം പ്രൈവറ്റൈസ് ചെയ്യപ്പെടും. ഒരുപാട് പ്രൈവറ്റ് പ്ലേയേഴ്സ്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സമയത്ത് BSNL-നെയാണ് നമ്മളെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. അപ്പം BSNL ഡിപ്പെൻഡ് ചെയ്തിരിക്കുമ്പോൾ പെട്ടെന്ന് അന്ന് ഏറ്റവും കുറച്ച് കാശ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പോസ്റ്റ് കാർഡ്സ് ആയിരുന്നു. ആ ഒരു താരിഫിൽ റിലയൻസ് പെട്ടെന്ന് ഇതിലേക്ക് എൻ്റർ ചെയ്യുവാണ്. പിന്നെ അവിടെ നിന്ന് തൊട്ട് നമ്മളിങ്ങ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു റെവല്യൂഷൻ, ഒരുപാട് കമ്പനികൾ ഇതിനകത്ത് വന്നു. ആ ഒരു BSNL ഇന്ന് എനിക്ക് തോന്നുന്നു 5Gയിൽ ഒരു പ്ലെയർ അല്ലെങ്കിൽ ടെലികോമിൽ ഒരു പ്ലെയർ അല്ല, ജസ്റ്റ് റേഞ്ചിന് വേണ്ടി മാത്രം കുറച്ച് പേര് യൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതെ, വളരെ കുറച്ച് സബ്സ്ക്രൈബർ ബേസ് മാത്രമുള്ള ഒരു കമ്പനിയായി മാറിയത്. ആ ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ ഈ പറയുന്ന എന്താ പറയാ പവറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഫ്യൂച്ചറിലേക്ക് വരും ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഓക്കെ, കാരണം ഗവൺമെന്റിന് ഫ്യൂവൽ പെട്രോളിൽ നിന്ന് കിട്ടുന്ന ടാക്സുകളൊക്കെ മാറുകയാണ്, അതെല്ലാം പോവാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു നമുക്ക് ഫാസ്റ്റ് ടാഗ് വെച്ചിട്ട് തന്നെ ഡയറക്റ്റ് അവരുടെ, ഞാൻ എന്റെ ഒരു അസംഷൻ ആണ്, ശരിയാവാൻ തെറ്റാവാൻ ചോദിച്ചതാ. മീൻസ് അങ്ങനെ ഒരു അസംഷൻ എന്താണെന്നുള്ളത് ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ, അപ്പൊ അതെന്താണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. പിന്നെ ഇപ്പൊ ഗവൺമെന്റിനെ സംബന്ധിച്ച് എപ്പോഴും വലിയൊരു ടാസ്ക് ആണ്. ഇപ്പം ഈ ക്രൂഡ് ഓയിൽ കൊണ്ടുവരുന്നത്, റിഫൈൻ ചെയ്യുന്നു, എൻഡ് യൂസറിലേക്ക് എത്തുന്നു, അത്തരം കാര്യങ്ങളിലാണ്. ഓക്കെ, സോ അപ്പം എങ്ങനെയൊക്കെ നോക്കിയാലും EV തന്നെയാണ് ഫ്യൂച്ചർ തീർച്ചയായിട്ടും എന്ന് തോന്നുന്നു. ഓക്കെ, ഞാനും ഒരു EVയിലേക്ക് പോവുകയാണ്. ഏതായാലും ഇതെല്ലാം ആഗ്രഹിച്ചു തന്നെയാണ് EVയിലോട്ട് എടുക്കാമെന്ന് തന്നെ വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ EVയുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു. അതിൽ വിൻസർ EV ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം എന്താണ്, പ്രത്യേകിച്ച് എന്തെങ്കിലും? വിൻസർ EV, ഓക്കെ, അതും നമ്മളിപ്പോൾ EVയെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ചോയ്സ് സ്വാഭാവികമായിട്ടും BYD എന്നുള്ളൊരു ബ്രാൻഡാണ്. റിലയബിലിറ്റി എന്ന് പറയുന്നത് നോക്കുമ്പോൾ അതെ, പ്രൂവൺ ടെക്നോളജിയാണ്. അപ്പം BYDയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ BYD ഒരു ചൈനീസ് ബ്രാൻഡാണെന്ന് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം. അപ്പം ഇന്ത്യ ചൈന തമ്മിൽ അത്ര നല്ലൊരു ബന്ധത്തിലല്ല പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ അവർക്കൊരു ഫാക്ടറി ഇതുവരെ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പം ഫാക്ടറി ഓപ്പൺ ചെയ്യാതെ വരുമ്പം ഇത് കംപ്ലീറ്റ്ലി ബിൽറ്റ് യൂണിറ്റ് CBU എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ CBU ആകുമ്പം 1 ടൺ അല്ലെങ്കിൽ 115% ടാക്സ് ഇതിൽ സെൻട്രൽ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യും. അപ്പം ഇപ്പം നമ്മളിപ്പം അവരുടെ എൻട്രി ലെവൽ ആറ്റോ 3 നമ്മൾ ചൈനീസ് വിപണിയിൽ നമുക്ക് 14 lakhs പ്രൈസ് വരുന്ന ഒരു പ്രോഡക്റ്റ് നമ്മളിപ്പം ഇന്ത്യയിലേക്ക് വരുമ്പം എക്സാക്ട് അതിന്റെ 100% അതിന് മുകളിലേക്ക് റൈറ്റ്. അപ്പം അത് റൂൾഡ് ഔട്ട് ആണ്. പിന്നെ നമുക്ക് അതിന്റെ ഫ്യൂച്ചർ എന്താവും, അപ്പൊ പിന്നെ നമ്മുടെ ബജറ്റ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യണം. അപ്പൊ നമ്മുടെ ബജറ്റിൽ വീഴുന്ന പിന്നെ അടുത്ത നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് ഇതിന്റെ പാരന്റ് കമ്പനി സായിക്കാണെന്ന് ഇപ്പം ഞാൻ പറയാൻ തന്നെ എല്ലാ യൂസേഴ്സിനും അറിയായിരിക്കും. അപ്പോൾ അഗൈൻ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു ബ്രാൻഡാണ് MG, റൈറ്റ്. പിന്നെ നമ്മുടെ എന്താ പറയാ ഉപയോഗത്തിന് ഒരു മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ്. അതുകൊണ്ട് MGയിലോട്ട് പോയി, വേറെ ബ്രാൻഡ്സിലോട്ടൊന്നും വേറെ അധികം നോക്കാനൊന്നും പോയില്ല. വേറെ പിന്നെ നമുക്ക് വേറെ ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ഓപ്ഷൻ ഉണ്ടെന്ന് പറയാനൊക്കെ. ഇന്ത്യൻ ബ്രാൻഡ്സിനെ അത്രയൊന്നും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ ബ്രാൻഡ് ഞാൻ ഒരിക്കലും മോശം എന്നുള്ള ഒരു നിലയ്ക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. റൈറ്റ്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ എന്താണെങ്കിലും ഇതൊരു ബഡ്ഡിംഗ് ടെക്നോളജിയാണ്. നേരെ മറിച്ച് നമ്മൾ ചൈന പോലുള്ള ഒരു രാജ്യത്ത് 100 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ബ്രാൻഡുകൾ ഇന്ന് അവരുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ EV മാനുഫാക്ചർ ചെയ്യുന്നു, അല്ലെങ്കിൽ അത്രയും പ്ലേയേഴ്സ് ഉണ്ട്. അവർ എസ്റ്റാബ്ലിഷ്ഡ് ആണ് ഈ ടെക്നോളജിയിൽ, അവർ അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെന്റിൽ അവർ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. അപ്പൊ നമ്മൾ അതിലേക്ക് എത്തും, അതിനൊരു സമയം, നമ്മളൊരു പേഷ്യൻസ് കൊടുക്കണം. ഇത് പിന്നെ നമുക്ക് ഇപ്പൊ MG സ്റ്റേക്ക് ഉണ്ടല്ലോ ഇതില്. ഇപ്പൊ പ്യുവർലി ഇതൊരു ചൈനീസ് ബ്രാൻഡ് അല്ല, 50-50 സ്റ്റേക്ക് അല്ലെങ്കിൽ അതിനടുപ്പിച്ചൊരു റൈറ്റ്. അതിപ്പോൾ നമ്മളിപ്പം ഇപ്പം മഹീന്ദ്ര എടുത്താലും അവർ BYD ബാറ്ററി സോഴ്സ് ചെയ്യണു. അതല്ലെങ്കിൽ ടാറ്റ എടുത്തിട്ടുണ്ടെങ്കിൽ ടാറ്റ ഓട്ടോകോം ഉണ്ടെങ്കിലും പല അവരുടെ വേറെ ബാറ്ററികളും അവർ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. കമ്പണൻസ് ഏറ്റവും കൂടുതൽ ചൈന തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിൽ മോർ ഓർ ലെസ് MG തന്നെ വിചാരിച്ചു. ഓക്കെ, വിൻസറിന്റെ നോർമൽ വേരിയന്റ് എടുത്തിട്ട് എത്ര നാളായി? ഇതിപ്പം 6 months ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പം 18,000 നമ്മൾ 18,000 in 6 months. ഓക്കെ, അപ്പോൾ പ്രോയിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നേ EV നോർമൽ വിൻസറിന്റെ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഒന്ന് പെട്ടെന്ന് എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞില്ല. എനിക്ക് ഞാൻ നേരത്തെ ഒരുപാട് ദൂരമൊന്നും ഇങ്ങനെ വെഹിക്കിൾ ഡ്രൈവ് ചെയ്യാൻ എനിക്ക് അസൗകര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡുകൾ മോശമാണ്, നമുക്ക് കോളുകൾ എല്ലാം കൊണ്ടും കുറെ ഡിസ്ട്രാക്ഷൻ ഒക്കെ വരും. അപ്പം താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പം ഈ വെഹിക്കിൾ യൂസ് ചെയ്തതിന് ശേഷം
അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പം ട്രെയിൻ യൂസ് ചെയ്തിരുന്നതിന് പകരം അല്ലെങ്കിൽ ട്രെയിനിൽ പോയിരുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പം നമുക്ക് അത്രയും ഒരു ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പം ഈ EV എന്നുള്ളത് 321 ആണ് ക്ലെയിംഡ് റേഞ്ച്. അപ്പം ട്രെയിനിന് പോകുന്ന അത്രയും ഡിസ്റ്റൻസ് ഈ കാറിൽ പോകാനുള്ള റേഞ്ച് ആങ്സൈറ്റി ഒന്ന് ഫീൽ ചെയ്തിട്ടില്ല? ഞാനിപ്പം അതിൽ കൂടുതലൊരു ദൂരം ഡ്രൈവ് ചെയ്യലില്ല. പിന്നെ ഡ്രൈവ് ചെയ്താൽ നമുക്ക് ആ ക്ലെയിം ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു അവർ ക്ലെയിം ചെയ്യുന്ന എന്താ പറയുക റേഞ്ച് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഉണ്ട്. നോർമലി എത്രയാണ് കിട്ടാറുള്ളത്? എനിക്ക് 320 തന്നെ എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഡിപ്പെൻസ് ഓരോ ആളുകളുടെയും ഡ്രൈവിംഗ് വ്യത്യാസം ഉണ്ടാവും. ഞാൻ പൊതുവെ ഒരുപാട് സ്പീഡിലൊന്നും ബൈക്കിൽ ഓടിക്കാറില്ല. പിന്നെ സ്പോർട്സ് മോഡ് ഒന്നും യൂസ് ചെയ്യാറില്ല. നോർമൽ മോഡിലാണ് ഡ്രൈവ്. നോർമൽ മോഡ് പിന്നെ റീജൻ മാക്സിമം ആണ് യൂസ് ചെയ്യാറ്. ചിലർ റീജൻ മാക്സിമം, ചിലർ പറയുന്ന റീജൻ ലോ ഇടുന്നതാണ് ബെറ്റർ. റീജൻ മാക്സിമം ഇടുമ്പോൾ കൂടുതൽ ബ്രേക്കിംഗ് വരുമ്പോൾ വീണ്ടും നമ്മൾ ത്രോട്ടിൽ കൊടുത്ത് അത്രയും കയറ്റണം, അത്രയും പവർ പിന്നെയും ഡ്രോപ്പ് ആകും എന്നൊക്കെ പറയുന്നത്. ഇത് വേറൊരു തരത്തിൽ ചിന്തിക്കുക. എന്താ വെച്ചാൽ ഇപ്പം നമ്മളൊരു വലിയ വെഹിക്കിൾ അല്ലെങ്കിൽ 4 ഡിസ്ക് ബ്രേക്കുള്ള വെഹിക്കിൾ വരുമ്പം സ്വാഭാവികമായിട്ട് അതിൻ്റെ ഈ ബ്രേക്കിൻ്റെ ലൈഫ് കുറവായിരിക്കും. പക്ഷേ നമ്മൾ ഈ റീജൻ മാക്സിമം ഇട്ടുമ്പം ഒരു തരത്തിൽ അതൊരു ബ്രേക്കിങ്ങിൻ്റെ എഫക്റ്റ് തരുന്നുണ്ട്. നോർമൽ മോഡൽ അത് സ്മൂത്താണ്. പ്ലസ് ഇതുകൂടി വരുമ്പോഴേക്കും നമുക്ക് അധികം അങ്ങനെ ബ്രേക്ക്, ഇപ്പം ഞാനിപ്പം ഈ 20 ആയിട്ടും ബ്രേക്കിലൊന്നും ബ്രേക്ക് പാഡോ ബ്രേക്ക് ഷോ അങ്ങനെയൊന്നും റീപ്ലേസ്മെന്റ് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുപോലെ തന്നെ ടയറാണെങ്കിലും പൊതുവെ ആളുകൾ പറയുന്ന EVയെ പറ്റി പറയുന്ന ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടയർ പെട്ടെന്ന് ചീത്തയാവും. പക്ഷെ ഇതിപ്പം 20,000 ഓടിയാലും ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ ത്രെഡ് ഇത് OEM തന്നെയാണ്. ആ ഫാക്ടറി ഫിറ്റഡ് ടയർ തന്നെ അതിൽ മാറ്റിയിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെ ഇരിപ്പുണ്ട് ഇപ്പോഴും. അതുപോലെ ഇത് കണ്ടിട്ട് ഒരു 40,000 സുഖമായിട്ട് തീർച്ചയായിട്ടും സാധാരണ ഒരു നമ്മൾ ഐസ് വെഹിക്കിൾ ഉപയോഗിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ ഈ സൈസിലുള്ള ഒരു വെഹിക്കിൾ നമ്മൾ അതിൽ കൂടുതൽ നമുക്ക് ടയർ ലൈഫ് കിട്ടുന്നുണ്ട്. ഇത്ര വെയിറ്റ് ഉള്ള വർക്കുകളാണ് അത് കിട്ടുന്നുണ്ട്. അപ്പം ആളുകൾ ടയറിനെ പറ്റി കൺസേൺഡ് ആയിട്ടുള്ളത് പെർഫോമൻസ്, ഇപ്പം BYD-യിലും അല്ലെങ്കിൽ B6 ചില അങ്ങനത്തെ ഓരോ വണ്ടികൾ പെർഫോമൻസ് കാല് കൊടുത്തു പോകുമ്പോൾ അത്രയും വേറെ മീൻസ് അത്രയും വേറെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ ടയേഴ്സിനൊക്കെ 20,000 ഒക്കെ കിട്ടുള്ളൂ എന്നാ പറയുന്നത്. അവിടെയും ഞാൻ ഒരു പോയിന്റ് ആഡ് ഓൺ ചെയ്യാണ്. ഇപ്പം പല കമ്പനികളും ഈ ഇലക്ട്രിക് വെഹിക്കിൾസിന് മാത്രമായിട്ടുള്ള ടയറുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും ഒരു വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ. ഓക്കെ. അപ്പം BYD-യിലിന്റെ ഇതിന് ഏകദേശം 15,000 ഒക്കെയാണ് ടയറിന്റെ ലൈഫ് കിട്ടുന്നത്. അതിന്റെ കമ്പനി ഫിറ്റഡ് ടയേഴ്സിന് ഏകദേശം 60-70,000 പെർ ടയർ പ്രൈസ്. പക്ഷെ പുറത്തുനിന്ന് മേടിക്കുവാണെങ്കിൽ 25,000 മേടിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പക്ഷേ ആ സൈസ് മാത്രം വെച്ചിട്ട് ഒരു ടയർ ഫിറ്റ് ചെയ്ത് പോരുന്ന സ്ഥിതി ആയിരിക്കും. അത് നമ്മൾ അതിന് പകരം നമ്മൾ ഇതിനു വേണ്ടി തന്നെയുള്ള ടയറുകൾ യൂസ് ചെയ്താൽ പിന്നെ നമ്മുടെ ഉപയോഗം അതിനകത്തൊരു വലിയൊരു കാര്യമാണ്. ത്രോട്ടിൽ കൊടുക്കുന്ന അനുസരിച്ച് അതെ ത്രോട്ടിൽ കൊടുക്കുന്നത് ബ്രേക്ക് ചെയ്യുന്നത് അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ. അപ്പം ഇത്രയും നാള് വിൻസർ EV 20,000 ഓടിച്ചതിലെ റേഞ്ച് ആങ്സൈറ്റിയെ പറ്റി യാതൊരു പ്രശ്നവുമില്ല. എത്ര വരെ ചാർജ് താഴെ കൊണ്ടുവന്നിട്ടുണ്ട്? ഒരു 5% താഴെ ഓടിച്ചിട്ടുണ്ട്. അത് എനിക്ക് ഒരിക്കൽ മാത്രം സംഭവിച്ച ഒരു കാര്യമാണ്. ഞാനിപ്പോ ഈ 18,000 കിലോമീറ്റേഴ്സിനിടയ്ക്ക് ഒരിക്കൽ സംഭവിച്ചാൽ എപ്പോഴും നമ്മൾ മാക്സിമം വീട്ടിൽ തന്നെ ചാർജ് ചെയ്യുന്നതാണ് നമുക്ക് എന്താ പറയാ എക്കണോമിക്കല്. പക്ഷെ ഒരു പ്രാവശ്യം എനിക്കൊന്നൊരു കന്യാകുമാരി ഒന്ന് പോകേണ്ടി വന്നു. കന്യാകുമാരി പോയിട്ട് തിരിച്ചു വരുന്ന വഴി ട്രിവാൻഡ്രത്ത് നിന്ന് എനിക്കൊന്ന് ചാർജ് ചെയ്തു. അപ്പം ഞാനിപ്പോൾ ബ്രാൻഡിന്റെ പേരൊന്നും പറയുന്നില്ല, അവരുടെ മെഷീനിൽ ചാർജ് ചെയ്തപ്പം എനിക്കൊരു ബഗ് കിട്ടി. പിന്നെ എനിക്കത് ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച സ്ഥലത്ത് എനിക്കിത് ചാർജ് ചെയ്യാൻ പറ്റാതെ വന്നു. ഫാസ്റ്റ് ചാർജേഴ്സ് യൂസ് ചെയ്യാൻ പറ്റാതെ വന്നു. ഞാൻ 3%, 2% വരെ ഓടിച്ചു. പക്ഷേ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഞാൻ സ്ലോ ചാർജിങ്ങിൽ അത് തൽക്കാലം ചാർജ് ചെയ്തിട്ട് സർവീസ് സെന്ററിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഹാഫ് ആൻ അവറിൽ വീണ്ടും നമുക്ക് ഫാസ്റ്റ് ചാർജിങ് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ഥിതിയിലേക്ക് എത്തി. വേറെ ഇതല്ലാതെ അപ്പം ആ ഒരു 5%ലും ടെൻഷൻ ഒന്നും വന്നിട്ടില്ല? ഇല്ല. ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇപ്പം അവര് വണ്ടി ഡെലിവറി ചെയ്യുന്ന സമയത്ത് റെക്കമെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്ത് നിങ്ങൾ 30% അതല്ലെങ്കിൽ 25% താഴേക്ക് ഒരിക്കലും കൊണ്ടുപോകാതിരിക്കുക എന്നാണ്. പക്ഷെ എനിക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു പ്രാവശ്യം മാത്രം. പക്ഷെ എങ്കിലും എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും അല്ല. ചില ബ്രാൻഡ്സിന് ഇപ്പം 10 താഴെ പോകുമ്പോൾ ഓഫായി പോകുന്നു, അങ്ങനെയുള്ള പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. സോ പിന്നെ ചാർജിങ് ടൈം വീട്ടിൽ ചാർജ് ചെയ്യാറാണോ പതിവ്, പുറത്താണോ ചെയ്യുന്നത്? വീട്ടിൽ ചാർജ് ഞാൻ മാക്സിമം വീട്ടിൽ തന്നെയാണ് ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ആദ്യം
ഇത് ഓവർനൈറ്റ് നമ്മൾ സ്ലോ ചാർജർ ഉപയോഗിച്ചിട്ടൊക്കെയാണ് ചാർജ് ചെയ്തിരുന്നത്. പക്ഷെ പിന്നെ ഞാൻ AC ഫാസ്റ്റ് ചാർജിങ് നമുക്ക് വീട്ടിൽ തന്നെ ഇതിനൊപ്പം വരുന്നുണ്ടല്ലോ, അത് യൂസ് ചെയ്ത് കുറച്ചുകൂടി നമുക്ക് ഈസിയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഏർലി മോർണിംഗ് ഇപ്പോൾ ഗവൺമെൻറ് അതായത് KSEB നിയമങ്ങളിൽ വന്ന മാറ്റമാണ്. പിന്നെ നമ്മൾ ഈ ഒരു ഫാസ്റ്റ് ചാർജിങ് എന്ന് വെച്ചാൽ രാത്രി സമയത്ത് നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ കൺസംഷൻ കൂടുതലായിരിക്കും. അപ്പോൾ 6 to 6 ആണെങ്കിൽ നമുക്ക് അത്രയും പ്രശ്നമില്ല, സോളാർ ടൈം ആണ്. റൈറ്റ്. അപ്പം ആ ഒരു സമയത്ത് ഫാസ്റ്റ് ചാർജിങ് രാവിലെ ഇപ്പം 6 മണി കഴിയുമ്പം ഫാസ്റ്റ് ചാർജിങ്ങിൽ ഇട്ടാൽ ഓഫീസിൽ പോകുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് പിന്നെ അത് ത്രൂ ആണ്. പ്രശ്നമില്ല. അതെ. ഓക്കെ, വിൻസർ EV Pro അപ്പുറത്ത് തന്നെ കിടപ്പുണ്ട്. നമ്മൾ അതിലോട്ടൊന്ന് കയറി അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കണം എന്നുണ്ട്. പക്ഷേ ഈ മഴ നമ്മളെ അനുവദിക്കുന്നില്ല. നമുക്ക് പ്രോയുടെ കാര്യങ്ങൾ ഇതിൽ നിന്ന് തന്നെ സംസാരിക്കാം. പക്ഷേ പ്രോയുടെ ഇന്റീരിയറിലെല്ലാം വൈറ്റ് അല്ലേ? വീണ്ടും മഴ നമ്മളെ ചതിക്കുന്നതിന് മുന്നേ നമുക്ക് പുറത്തുനിന്ന് കുറച്ചുകൂടെ ഷൂട്ട് ചെയ്യാം. വാറണ്ടിയുടെ കാര്യം ചോദിക്കാം. അതായത് വിൻസർ EV ആണ് ആദ്യമേ അൺലിമിറ്റഡ് വാറണ്ടി എന്നുള്ള കാര്യം ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ വണ്ടി ഇറങ്ങിയതിന് ശേഷം അതിന് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായി, കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ആൾക്കാർക്ക് വന്നു. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ഇതിപ്പം നമ്മളൊരു മൊബൈൽ ഫോൺ പോലെ തന്നെ ഒരു പ്രൊഡക്റ്റായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സോഫ്റ്റ്വെയർ, പിന്നെ ഇതിലൊരു ബാറ്ററി. അപ്പം നമ്മളൊരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പം ഇയർ ഓൺ ഇയർ എന്താണെങ്കിലും ഒരു 4 to 5% ഡ്രോപ്പ് വന്നേക്കാം. ആസ് ഓൺ ഡേറ്റ് എനിക്കിപ്പോൾ 20,000 വേറെ ഡ്രോപ്പ് ഒന്നും ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല, പക്ഷേ വന്നേക്കാം. അപ്പോൾ അത് നമ്മൾ ഈ പറയുന്ന ഇലക്ട്രിക് വെഹിക്കിളിലും എക്സ്പെക്ട് ചെയ്യണം. അതിപ്പോൾ നമ്മളിപ്പം ഒരു ഐസ് വെഹിക്കിൾ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ചിലപ്പം ഡീകാർബണൈസിങ് വരാം, ഡീസൽ ആണെങ്കിൽ, അതല്ലെങ്കിൽ പീരിയോഡിക് മെയിൻ്റനൻസ് വരാം. അങ്ങനെ തന്നെ നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. അങ്ങനെ തന്നെ കൺസിഡർ ചെയ്യണം, അല്ലാതെ ലൈഫ് ലോങ് അതേപോലെ തന്നെ കിട്ടുമെന്ന് വിചാരിക്കും. ലൈഫ് ലോങ് ഡ്രോപ്പ് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ വാറണ്ടി പോളിസീസ് അവർ മാറ്റിയതിനെ പറ്റി എന്ത് പറയാനുണ്ട്? ഞാൻ പറഞ്ഞില്ല, ഞാൻ അതിനെപ്പറ്റി വല്ലാതെ അങ്ങോട്ട് കൺസേൺഡ് അല്ല. കാരണം എന്താ വെച്ചാൽ ഈ 4 to 5% എന്തായാലും എക്സ്പെക്റ്റഡ് ആണ്. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പോൾ അതിൽ നിന്നൊക്കെ പ്രോയിലേക്ക് വന്നു. അതാണ് ഇനി മെയിനായിട്ട് നമുക്ക് അറിയേണ്ടത്. ഓൾറെഡി ഒരു വിൻസർ EVയുടെ എക്സ്പീരിയൻസ് ഉണ്ട്. അന്ന് ഇറങ്ങിയപ്പോൾ പ്രോ ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഇത് എടുത്തത്. പ്രോ ഉണ്ടായിരുന്നു, അന്നും പ്രോ തന്നെ എടുക്കുള്ളായിരുന്നു. റൈറ്റ്, നമുക്ക് ഒരു റേഞ്ച് കൂടുതൽ കിട്ടും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും പ്രോയിലുണ്ട്. അപ്പം കുറച്ച് നാൾക്ക് ശേഷം പ്രോ ഇറങ്ങി. അപ്പോൾ ആളുകൾ മടിച്ചിരിക്കുകയാണ്, പക്ഷേ പ്രോ എടുത്താൽ മതിയായിരുന്നു. പക്ഷേ വീണ്ടും ഒരു പ്രോ തന്നെ എടുത്തു. അതിനെന്താണ് കാരണം മറ്റ് ബ്രാൻഡ്സ് ഉണ്ട് ഓൾറെഡി. അതുപോലെ ZS EV അതിൻ്റെ പ്രൈസ് ഡ്രോപ്പ് നല്ലതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് വിൻസർ EV Pro തന്നെ എടുത്തു? വിൻസർ EV ഞാൻ പറഞ്ഞില്ല, ഇതിപ്പം എൻ്റെ ഒരു യൂസേജിന് ഒരു മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ യൂസ് ചെയ്യുന്നത് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് പോയിന്റിൽ നമുക്ക് ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന വേറൊരു വെഹിക്കിള് ഇല്ല. അതെ, അതുകൊണ്ടാണ് ഈ വീണ്ടും ഞാൻ വിൻസറിലേക്ക് തന്നെ പോയത്. ഓക്കെ, പ്രോയിൽ എക്സ്ട്രാ എടുത്ത് പറയാനായിട്ടുള്ള ഓരോന്നോരോന്നായിട്ട് പറയാം നമുക്കല്ലേ? യെസ്, പവർ ടെയിൽ ഗേറ്റ് റൈറ്റ്. നമുക്ക് ഈ സെഗ്മെന്റിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് പോയിന്റിൽ വേറൊരു വെഹിക്കിളും പവർ ടെയിൽ ഗേറ്റ് വരുന്നില്ല. അലോയ്സിന്റെ ഡിസൈൻ മാറ്റി. ഇത് ഇഷ്ടമായിരുന്നോ? അലോയ്സ് എനിക്ക് കുറച്ചുകൂടി നല്ലത് അത് തന്നെയാണ് തോന്നിയത്. കാരണം വെച്ചാൽ അതിൽ കുറച്ചുകൂടി ആ ഒരു ആക്സറി ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. ഇതിപ്പോ നോർമൽ സാധാരണ റൈറ്റ് ആ ഒരു അലോയ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിലൊരു എഡ്ജ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല, വ്യത്യാസമൊന്നും വലുതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ADAS വന്നു, ADAS Level 2 വന്നു. ഓക്കെ, അത് ഇതിൽ മിസ് ചെയ്തിരുന്നോ? വേണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു? എനിക്ക് സത്യത്തിൽ അത് കുറച്ച് അതിലാകെ നല്ലതായിട്ട് തോന്നിയത് ഹെഡ്ലൈറ്റിന്റെ നമുക്ക് ഓട്ടോ ഡിമ്മിങ് വന്നിട്ടുണ്ട്. അതൊരു നല്ല ഫീച്ചറായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഒരു ക്രൂയിസ് ഒക്കെ ഇട്ട് ഓടിക്കുമ്പോൾ നമ്മുടെ റോഡുകളിൽ ഒരുപാട് തിരക്കും എല്ലാം ഉണ്ട്. ഈ ഓട്ടോ ബ്രേക്ക് ഒരു അസൗകര്യമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ADASൽ വലിയൊരു താല്പര്യം തോന്നിയിട്ടില്ല. അതെ അതെ അതെ, അത് ശരി. ഓക്കെ, പിന്നെ ഇതിൽ വന്ന എന്തൊക്കെ എക്സ്ട്രാ പവർ ടെയിൽ ഗേറ്റ് ആണ് എനിക്ക് ഏറ്റവും ഉപകാരമായിട്ട് തോന്നിയ ഒരു കാര്യം. പിന്നെ ഓട്ടോ ഡിമ്മിങ് നമുക്ക് ഡ്രൈവിംഗിൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയത്. വേറെ പിന്നെ പ്രത്യേകിച്ചൊന്നും. പിന്നെ റേഞ്ച് ഓഫ് കോഴ്സ് നമുക്ക് വീട്ടിൽ ഒന്ന് ചാർജ് ചെയ്താൽ മതി എന്നുള്ളൊരു സൗകര്യം ഇതിലുണ്ട്. അപ്പം ഇതിന് വേറെ ചാർജർ ഒന്നും മേടിക്കേണ്ടി വന്നില്ല? ഇല്ല, സെയിം നമുക്ക് ഈ പറഞ്ഞ 7.2 വെച്ചിട്ട് തന്നെ ചാർജ് ചെയ്യാം. നമുക്ക് ചാർജ് ചെയ്യാൻ വാങ്ങിയപ്പോൾ ആ ചാർജറിന്റെ പ്രൈസ് കുറഞ്ഞിരുന്നു. ചാർജർ നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് ഇതിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്നുണ്ട്.
മീൻസ് പോർട്ടബിൾ ചാർജർ അല്ലേ ഉദ്ദേശിച്ച ഹോം ചാർജർ ഹോം ചാർജർ പർച്ചേസ് ചെയ്തോ? ഇല്ല നമുക്ക് ഇതിൽ സ്റ്റാൻഡേർഡ് ആണ്. സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ 2 ചാർജർ ഉണ്ട് വീട്ടിൽ? 2 ചാർജർ ഉണ്ട്. ഓക്കെ, അതാ ഞാൻ ചോദിക്കാൻ വന്നേ. അപ്പം ഇതിന്റെ ചാർജർ വേണ്ടാന്ന് പറഞ്ഞ പ്രൈസ് കുറയത്തൊന്നുമില്ല? ഇല്ല, അത് നമുക്ക് അതിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടും. അങ്ങനെ ഓപ്ഷൻ. അപ്പൊ ഇതിന് ഓൺ റോഡ് എത്ര ഇപ്പൊ? ഇതിന്റെ എക്സാക്ട് ഈ 21 റേഞ്ചിൽ എന്തോ ആണ്. കാരണം വെച്ചാൽ ഞാൻ കുറച്ച് ആക്സറീസ് ഇതിലെയും സൺഫിലും എല്ലാം ആക്സറീസ് എല്ലാം ഷോറൂമിൽ തന്നെ പ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആഡ് ഓൺസ് കൃത്യം എനിക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അറൗണ്ട് അപ്രോക്സിമേറ്റ് റഫ്ലി 21 ആണ് എനിക്ക് ഓൺ റോഡ് വന്നിരിക്കുന്നത്. 18 lakhs 21 lakhs. റൈറ്റ്. രണ്ടും ടോപ്പ് വേരിയൻസ് ആണ് കിടക്കുന്നത് അല്ലേ? റൈറ്റ്. അപ്പോൾ EV Proയിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നുന്നുണ്ടോ? എന്ത് തോന്നുന്നു? സാറ്റിസ്ഫൈഡ്. ഇതിലെ എഗൈൻ ഇതിന്റെ ബാറ്ററി റേഞ്ച് കൂടിയത് മാത്രമല്ല, അതിന്റെ ടെക്നിക്കൽ സൈഡ് എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയില്ല. പക്ഷേ ബാറ്ററി ടെക്നോളജി കുറച്ച് ഡിഫറെൻ്റ് ആണ് എന്നാണ് എനിക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം വെച്ചാൽ ഇപ്പോൾ പ്രിസ്മാറ്റിക് സെല്ല് ആണ് ഇവർ ഗ്ലോബലി യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഇസുര CV-യുടെ ഒരു അപ്ഡേറ്റഡ് വേരിയൻറ്റ് ഇപ്പം ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രിസ്മാറ്റിക് ലൈറ്റ് എന്നുള്ളൊരു സെല്ലാണ് വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇതിലൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതെനിക്ക് ടെക്നിക്കലി പറഞ്ഞു തരാൻ അറിയില്ല എന്താണെന്ന്, വായിച്ച് മനസ്സിലാക്കിയാണത്. അപ്പം അതും കൂടി കൂടുതൽ റിലയബിൾ ആയിരിക്കും. റൈറ്റ്. കറക്റ്റ്. കുറച്ചുകൂടി ഇതൊരു ഇവോൾവിങ് ടെക്നോളജി അല്ലേ, ബെറ്റർ ആയിരിക്കും. ഓക്കെ. സോ ഇതിൽ 320 തന്നെ റേഞ്ച് കിട്ടുന്നുണ്ട്. ഇത് 449 ആണെന്ന് തോന്നുന്നു റേഞ്ച് ക്ലെയിം ചെയ്യുന്നത്. എത്ര കിട്ടുന്നുണ്ട്? 420 അടുപ്പിച്ച് എനിക്ക് എൻ്റെ യൂസേജിൽ കിട്ടുന്നുണ്ട്. സിറ്റി യൂസും ഹൈവേ യൂസും എല്ലാം കൂടെ കൂട്ടി? യെസ്. അതെ. അപ്പം ഇതൊരു വീക്ക്ലി 1 ടൈം ചാർജ് ചെയ്താൽ മതിയാവും? വീക്ക്ലി വൺസ് എന്നുള്ള നിലയ്ക്ക്. എന്താ വെച്ചാൽ ഇത് കൂടുതലും വൈഫാണ് യൂസ് ചെയ്യണം. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വീക്ക്ലി വൺസ് എന്നുള്ള രീതിയിൽ ചെയ്താൽ മതി, പറ്റുന്നുണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ. സോ വൈഫ് യൂസ് ചെയ്യുന്ന വണ്ടി ആസ്വദിക്ക് വൈഫിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ അറിയണ്ടേ? നമുക്ക് ബ്രോയുടെ വൈഫിനെ വീഡിയോയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഓക്കെ, ബ്രോയുടെ വൈഫും വീഡിയോയിലേക്ക് വന്നിരിക്കുന്നു. വെൽക്കം ടു അവർ ചാനൽ. പേരെന്താണ്, എന്ത് ചെയ്യുന്നു എന്നുള്ള പ്രേക്ഷകരോടൊന്ന്? എൻ്റെ പേര് ബെൻസി. ഞാൻ ചാനലിൽ സെയിൽസിൽ വർക്ക് ചെയ്യുകയാണ്. ഓക്കെ. വിൻസർ EV ഓൾറെഡി യൂസർ ആയിരുന്നു വിൻസർ EVയുടെ ഹസ്ബൻഡ്. അപ്പോൾ ഒരു വിൻസർ EVയുടെ വീട്ടിൽ സ്വന്തമാക്കി. അപ്പം ആദ്യം വിൻസർ EV വാങ്ങിയപ്പോൾ അതിൽ കിട്ടിയ ഒരു കൺവീനിയൻസ് കൊണ്ടാണോ വീണ്ടും ഒരു വിൻസർ EV തന്നെ മേടിക്കണമെന്ന് വിചാരിച്ച് സ്വന്തമായിട്ട് ഒരെണ്ണം കൂടെ വേണമെന്ന് തോന്നിയോ? എന്തായിരുന്നു അതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ? ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇഗ്നിസ് ആയിരുന്നു. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ഒരു വലിയ വണ്ടി ഒരു താല്പര്യം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇഗ്നിസ് നല്ലൊരു വണ്ടിയായിരുന്നു. സെയിൽസിനൊക്കെ പോകുമ്പോഴും നമ്മുടെ സിറ്റിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റി, പാർക്കിങ്ങും എല്ലാം കൊണ്ടൊരു നല്ലൊരു വണ്ടിയായിരുന്നു. കോമ്പാക്റ്റ് ആണ്. അപ്പോൾ നല്ലൊരു വണ്ടിയായിരുന്നു. പക്ഷെ എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഒരു വലിയൊരു വെഹിക്കിൾ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഹസ്ബൻഡ് വിൻസർ പറഞ്ഞു, അപ്പോൾ അതിൻ്റെ വലിയ റേഞ്ച് വരുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഇതെനിക്ക് മേടിച്ചു തന്നു. അപ്പം ഇഗ്നിസ് യൂസ് ചെയ്ത സമയത്ത് ഇത് ഓടിക്കാറുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടു? നല്ലതായിട്ട്? ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് എപ്പോഴും ലേഡീസ് കംഫർട്ട് നോക്കുമ്പോൾ ശരിക്കും ഇഗ്നിസ് ആയിരുന്നു നല്ലത്. കാരണം എന്താ വെച്ചാൽ ആ ഒരു ഇത് നോക്കും, സിറ്റി ഡ്രൈവിനുള്ള, കാരണം പാർക്കിങ്ങും അങ്ങനെ നോക്കുമ്പോൾ. പക്ഷെ യൂസ് ചെയ്യാൻ ഭയങ്കര ഒരു എനിക്ക് എന്ത് പേടി വെച്ചാൽ ഇത്ര വലിയൊരു വെഹിക്കിൾ യൂസ് ചെയ്യുമ്പോൾ എന്താകും, എങ്ങനെയാ ഓടിക്കാൻ പറ്റുമോ, ഈ ഇത്രയും ട്രാഫിക്കിന്റെ ഇടയ്ക്ക് ഓടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷെ നല്ലപോലെ വണ്ടി എടുക്കുന്നതിന് മുന്നേ ആ ഒരു പേടിയുണ്ടായിരുന്നു. ശേഷമോ? ഇല്ല, അത് ഭയങ്കരമായിട്ട് മാറി. കാരണം നമുക്ക് എന്താ വെച്ചാൽ വലിയ വെഹിക്കിള് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു എന്താകുമെന്നുള്ള വെച്ചാൽ പാർക്കിങ്ങും ബാക്കി ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ നല്ലൊരു വണ്ടി തന്നെയാണ്. എക്സ്പീരിയൻസ് നല്ലൊരു വണ്ടിയാണ്. അപ്പം ഇത് എടുത്തിട്ട് ഇപ്പം 2 മാസം. 2 മാസത്തെ എക്സ്പീരിയൻസിൽ പാർക്കിംഗ് എക്സ്പീരിയൻസ് എല്ലാം ഓക്കെ ആയി. റേഞ്ച് ആങ്സൈറ്റി ഇതുവരെ ഉണ്ടാകാൻ സാധ്യതയില്ലായിരിക്കും. കാരണം 450 കിലോമീറ്റേഴ്സ് ക്ലെയിം ചെയ്യുന്നത് കൊണ്ട് ആ ഒരു കാര്യത്തിൽ പേടിയില്ലല്ലോ. അപ്പോൾ ഇത് ഇഗ്നിസ് പോലെ അല്ല. ഇതിന്റെ ബോണറ്റ് സൈസ് ഒക്കെ ഫ്രണ്ടിൽ കുറച്ച് ഏരിയ അകത്ത് തന്നെ വരുന്നുണ്ട്. ഡാഷ്ബോർഡൊക്കെ കുറച്ച് വലുതാണ്, ഓവർ വലുതാണെന്ന് പറയാം. ഫ്രണ്ടിലെ ബോണറ്റ് സൈസ് വളരെ ചെറുതാണ്. സോ അതൊരു കൺഫ്യൂസിങ് ആകുന്നുണ്ടോ? അത് ആദ്യത്തെ 1-2 ഡ്രൈവിംഗ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് അത് നമ്മുടെ തോട്ടിലുള്ള ഒരു പ്രശ്നമാണ്, നമുക്ക് പറ്റത്തില്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്താണെന്ന് വേണ്ടി വരികയല്ല. കാരണം എങ്ങനെ നമുക്ക് യൂസ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് ആ ഇതിൽ എന്താണ് എങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അത് പ്രശ്നമൊന്നുമില്ല. അടുത്തത് ലോങ് ഡ്രൈവ്സിനെ പറ്റിയാണ് അറിയേണ്ടത്. EV-യിലും EV Proയിലും രണ്ടും ഏകദേശം സെയിം ആയിരിക്കുമല്ലോ അല്ലേ? കംഫർട്ട് വൈസ് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ പ്രോയിൽ? കംഫർട്ട് വൈസ് പ്രത്യേകിച്ച് ഇവര് വ്യത്യാസം, ഞാൻ ഇവരുടെ ഇടയ്ക്കൊരു ഫീഡ്ബാക്ക് ചോദിച്ചിട്ട് ടെക്നീഷ്യൻ, അവരുടെ ടെക്നിക്കൽ ടീം
അവരുടെ ഫോർച്യൂണിന്ന് എടുത്ത് ഫോർച്യൂൺ MG. അതെ സർവീസ് സെന്ററിൽ എനിക്ക് അപ്പയർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ പറ്റിയില്ലെങ്കിലും ഞാൻ എൻ്റെ ഇൻപുട്സ് കൊടുത്തെന്ന് വെച്ചാൽ ഒന്ന് ഇതിന്റെ സസ്പെൻഷൻ വല്ലാതെ സ്റ്റിഫാണ്. അത് ഒരു തരത്തിൽ എക്സ്പെക്റ്റഡ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഈ വെഹിക്കിളിന്റെ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ നടക്കുമ്പം ഇവരതിന്റെ കുറച്ചൊരു ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് ആയിരുന്നു, അല്ലെങ്കിൽ ഓഫ് റോഡിങ് ആയിരുന്നു കൂടുതൽ കാണിച്ചിരുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഒരു SUV സ്റ്റാൻസ് ഒന്നും അല്ല വണ്ടിയുടെ. അപ്പോൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് കുറേ സ്റ്റിഫ് ആയിരിക്കും എന്നുള്ളത്. പക്ഷെ അത് കുറച്ചുകൂടി സോഫ്റ്റ് ആയിരുന്നില്ലെങ്കിൽ പ്രോയിലോട്ട് വന്നപ്പോൾ എന്തെങ്കിലും വ്യത്യാസം തോന്നിയോ? ഇല്ല, അതേപോലെ തന്നെ ആകെ അവർ അതിന്റെ ഇന്റീരിയറിൽ ബ്ലാക്ക് എന്നുള്ള തീം ബീജാക്കിയതല്ലാതെ പിന്നെ ഫീച്ചേഴ്സിലെ കുറച്ച് അഡീഷണൽ അല്ലാതെ വേറെ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞ ഇപ്പൊ ഈ ഒരു സെഗ്മെന്റിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സൈസിൽ നോക്കുമ്പോൾ സിട്രോയിൻ സസ്പെൻഷനിൽ എനിക്ക് ഭയങ്കര നല്ലതായിട്ട് തോന്നുന്നു. സിട്രോയിനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം നമുക്ക് സസ്പെൻഷൻ ആ ഒരു ലെവലിലേക്ക് ഒരിക്കലും വരില്ല. ഈ C3 ആണോ അതോ അല്ല സിട്രോയിന്റെ ഇപ്പൊ ഞാൻ ആ വെഹിക്കിളിന്റെ പേരെന്തൊരു കൂപ്പേ ഡിസൈൻ വന്നിരുന്നല്ലോ, ബസാൾട്ട് ശരിക്കും ഇതിന്റെ താഴെയാണ് പിച്ചിരിക്കണെങ്കിലും ബസാൾട്ട് പോലും നമുക്ക് നല്ല സസ്പെൻഷൻ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ ലോങ് ഡ്രൈവ് പോകുന്നത് എത്ര ദൂരമാണ്? ലോങ് ഡ്രൈവ് ഞാൻ ഒരു കന്യാകുമാരി ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അത് എന്താ പറയാ, ഞാൻ ട്രാവൽ ചെയ്തപ്പോൾ എല്ലാ ആലപ്പി, ട്രിവാൻഡ്രം, കന്യാകുമാരി അങ്ങനെ കവർ ചെയ്തൊരു 3-4 ഡേയ്സിന്റെ ഒരു ട്രിപ്പായിരുന്നു. ഫാമിലി എല്ലാവരും? ഞാൻ ഒഫീഷ്യലി ജോലിയായിട്ട് പോയത്. അപ്പം ആ ലോങ് ഡ്രൈവില് തോന്നിയ കൺവീനിയൻസും ബുദ്ധിമുട്ടുകളും എന്തൊക്കെയാണ്? മെയിൻലി ഞാൻ ഉദ്ദേശിച്ചത് ടയർ നോയ്സിനെ പറ്റിയാണ്. ടയർ നോയ്സ് ഓക്കെ, ഇപ്പം EVകളിൽ ഇപ്പം ഇൻസുലേഷൻ കുറച്ചുകൂടി നല്ലതായിരുന്നെങ്കിൽ നന്നായിരുന്നു. ടയർ നോയ്സ് മാത്രമല്ല, നമ്മളിപ്പം ബ്ലൂടൂത്തിൽ സംസാരിച്ചാൽ പുറത്തേക്ക് നോയ്സ് നന്നായിട്ട് കിട്ടും. ഇൻസുലേഷൻ ഓവറോൾ അത്ര നല്ലതെന്ന് പറയാനില്ല. ആ ഒരു കാര്യമാണുള്ളത്. മോശമാണ്. ഇപ്പോൾ ലോങ് ഡ്രൈവ് പോകുമ്പോൾ നല്ല സ്പീഡൊക്കെ കയറുമ്പോഴത്തേക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ വരും. ഒരു 100+ ആയിരിക്കുമല്ലോ ക്രൂസ് ചെയ്തിട്ടുള്ളത്. ആ റോഡ് ക്രൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റോഡുകളിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. റോഡ് നോയ്സ് ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടോ ഇതുവരെ? സിറ്റി യൂസ് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അല്ല, എനിക്കും പാലക്കാട് തൃശ്ശൂർ പോകേണ്ടതാണ്. ഞാൻ പാലക്കാട് പോയിട്ടുണ്ട്. ഇപ്പൊ ഹസ്ബൻഡ് പറഞ്ഞ പോലെ നമ്മള് ബ്ലൂടൂത്തിൽ സംസാരിക്കുമ്പോൾ പുറത്തേക്കുള്ള ആൾക്കാർ നമ്മള് അവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓവറോൾ ഇൻസുലേഷൻ പ്രോപ്പർ അല്ല. ഓക്കെ. പിന്നെ ഇതിൽ ഫീച്ചേഴ്സുകൾ കുറേ എണ്ണം അട്രാക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഏറ്റവും എടുത്ത് പറയാനായിട്ട് തോന്നിയത് സൺറൂഫ് ആകാം, അഡാസ് ആകാം, അല്ലെങ്കിൽ ഡിസ്പ്ലേ ആകാം, പല ഫീച്ചേഴ്സ് ഉണ്ട്. ഏതാണ് ഏറ്റവും അട്രാക്ട് ചെയ്തിട്ടുള്ള ഫീച്ചർ? എനിക്ക് തോന്നുന്നത് ഡിസ്പ്ലേ. പിന്നെ അഡാസ് എനിക്ക് പറ്റുന്നില്ല, കാരണം നമുക്ക് ഓട്ടോ ബ്രേക്കിംഗ് ബുദ്ധിമുട്ടാണ്. കാരണം എനിക്കത് നമ്മളൊരു ഒരു ലേഡി മുന്നോട്ട് ആരെങ്കിലും നമ്മുടെ മുന്നിൽ ചെറുത് സൈഡിൽ കൂടെ പോയാൽ മതി, പെട്ടെന്ന് ബ്രേക്കിംഗ് സേഫ്റ്റി ഫീച്ചർ ആണ്. പക്ഷേ എങ്കിലും അതൊരു നമുക്ക് ഭയങ്കര അസൗകര്യമാണ്. നമ്മൾ പെട്ടെന്ന് അതൊരു ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കാതെ പാനിക്കാവുന്നു. റിവേഴ്സ് എടുക്കുമ്പോഴും ഉണ്ടല്ലോ, റിവേഴ്സ് പാർക്ക് അസിസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്തും ബ്രേക്ക് ആവും തോന്നുന്നു. റിവേഴ്സിൽ എനിക്ക് എത്രയും ഞാനത് ട്രൈ ചെയ്തിട്ടില്ല. ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെയാണ്? പനോരമിക് മൂൺ റൂഫ് വന്നിരിക്കുന്നു. മൂൺ റൂഫ് ആണ് വന്നിരിക്കുന്നത്. അതൊക്കെ എങ്ങനെയുണ്ട്? പൊതുവെ എല്ലാവരും ഇതാണ് പറയാറ്. റൂഫ് ഇപ്പൊ മഴയുള്ള സമയത്തൊക്കെ നമുക്കതൊരു രസമാണ്. അത് മൂൺ റൂഫ് അത്രയും വലിയതായ സ്ഥിതിക്ക് ചൂടത്ത് വെയിലത്തൊക്കെ പാർക്ക് ചെയ്തിട്ട് കാറിലോട്ട് കയറുമ്പോൾ നല്ല ചൂടാണ്. മൂൺ റൂഫ് നമുക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, മഴയുള്ള സമയത്ത് നമുക്കതൊരു രസമുള്ള ഒരു സാധനമാണ്. പക്ഷെ നമ്മൾ നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ കുറച്ച് ചൂട് ഉള്ളിലോട്ട് കയറുന്നുണ്ട്. UV പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ടാവാം, എന്നാലും കിട്ടും ചൂട് കിട്ടുന്നുണ്ട്. പിന്നെ ആകെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3Mന്റെ ഒരു സബ് ബ്രാൻഡ്, ബ്രാൻഡിന്റെ പേര് ഞാൻ കൃത്യം ഓർക്കില്ല, സൺഫിലും ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. രണ്ടിലും ചെയ്തിട്ടുണ്ട്. രണ്ട് വെഹിക്കിളും റൂഫ് ചെയ്തിട്ടുണ്ട്. റൂഫ് ഓൾറെഡി റൂഫിൽ ചെയ്തിട്ടില്ല. ഓക്കെ. ഇനി ഞാനൊന്ന് ചോദിക്കുകയാണ്, നെഗറ്റീവായിട്ട് വിൻസർ EV പ്രോയിൽ എന്തൊക്കെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്? എനിക്ക് അഡാസ് തന്നെയാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നുന്നത്. അതെന്ന് വെച്ചാൽ ആ ഒരു ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. അത് യൂസ് ചെയ്യണം തോന്നിയിട്ടില്ല ആ ഫീച്ചർ. അതെ. അപ്പം ഞാൻ ചോദിക്കുകയാണ്, ഒരു ലേഡി യൂസറിന് ഒരു വിൻസർ EV പ്രോ സജസ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ഒരു വിൻസർ EV സജസ്റ്റ് ചെയ്യുമോ എന്നുള്ള എന്തൊക്കെയാണ് അതിന്റെ പോയിന്റ്സ് പറയാനായിട്ട്? ഫ്യൂവൽ ഏറ്റവും നമുക്കൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഫ്യൂവലിന്റെ ഒരു പ്രശ്നമാണ് അത്. പക്ഷേ EVയിൽ നമുക്ക് അത് വേണ്ട, കാരണം നമ്മൾ ഫുൾ അടിച്ച് നമ്മൾ നല്ല റേഞ്ച് ഉണ്ട്. പിന്നെ നമ്മൾ ലേഡീസിന് എപ്പോഴും കംഫർട്ട് തന്നെയാണ്. വണ്ടിയുടെ വലിപ്പമൊന്നും ഒരു നമുക്കത് തോന്നൽ മാത്രമാണ്. പക്ഷെ നമുക്ക് ആ ഓടിക്കുമ്പോൾ ഒരു പ്രശ്നമേ ആയിട്ട് തോന്നുന്നില്ല. ചെറിയ വഴി കൂടെയും ഒക്കെ നമുക്ക് ലേഡീസിനും അങ്ങനെ ആർക്കാണെങ്കിലും
വളരെ പെട്ടെന്ന് തന്നെ എടുത്ത് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഫീച്ചേഴ്സ് അതിൻ്റെ നല്ലതാണ്. ഇതിൻ്റെ വലിയൊരു ഡിസ്പ്ലേ, നമുക്ക് അതിൽ തന്നെ എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കൈ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ട്. കംഫർട്ടായിട്ട് ആദ്യം ഒരു പരിധി, കാരണം ഒരുപാട് ഫസ്റ്റ് നമുക്ക് അറിയത്തില്ല, പക്ഷെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അത് കംഫർട്ടായി നമുക്ക് എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു വണ്ടി. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. ഇനി ഞങ്ങൾ ഒന്ന് പ്രോയെ പറ്റി കുറച്ചുകൂടെ പ്രോ ആയിട്ടൊന്ന് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് EV പ്രോയിലേക്ക് തന്നെ വരാം. പ്രോയിലേക്ക് വന്നപ്പോൾ കൂടുതലായിട്ട് കിട്ടിയ കാര്യങ്ങൾ കുറേ നമ്മൾ സംസാരിച്ചു. അതിൽ എന്തൊക്കെയാണ് റേഞ്ച് അല്ലാതെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്? റേഞ്ച് അല്ലാതെ ഇപ്പം അതിൽ ബ്ലാക്ക് ആയിരുന്നു ഇന്റീരിയേഴ്സ്. നമുക്ക് ഇതിലേക്ക് വരുമ്പം ഇന്റീരിയർ ഒന്ന് ബീജായി, കുറച്ചുകൂടി ഒരു പ്ലസന്റ് ഫീല് ഉണ്ട്. അതല്ലാതെ പ്രത്യേകിച്ച് ഇപ്പം ഞാൻ പറഞ്ഞില്ല, ടൈൽ ഗേറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അല്ലാതെ ആ സീറ്റ്സ് വേറെ മെറ്റീരിയൽ ക്വാളിറ്റിക്ക് ഒന്നും വ്യത്യാസം വന്നില്ല. ആ സീറ്റിന്റെ ഡിസൈൻ ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ നന്നായനേയും തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സീറ്റിൽ ഇത്തിരി ലോങ് ക്ലീൻ ചെയ്യാനൊക്കെ ഉള്ള ഒരു പ്രയാസം, പൊടി കയറിയിരിക്കും. അതെ അതെ, അതൊരു കുഴിവുണ്ടല്ലോ അതിൽ. ഓക്കെ ഓക്കെ, അപ്പോൾ ലോങ് ഡ്രൈവ് പോകുമ്പം ആ ഒരു മീൻസ് കോണ്ടാക്ട് ഏരിയ ഒക്കെ കൂടുതലാണ്, ആ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ വല്ലാതെ ഒരു പ്രശ്നം ഫീൽ ചെയ്തിട്ടില്ല. എങ്കിലും അതിന്റെ സീറ്റ് ഡിസൈൻ മാറ്റിയാൽ കുറച്ചുകൂടി. പ്രോയിൽ സീറ്റിനും കൂടെ ചെറിയ വ്യത്യാസം കൊണ്ടുവരായിരുന്നു. റൈറ്റ്, നന്നായനെ. ഞാൻ പ്രതീക്ഷിച്ചു അവരത് അപ്ഡേറ്റ് ചെയ്തേക്കുമെന്ന്, പക്ഷേ ചെയ്തില്ല, വ്യത്യാസം വന്നില്ല. ഓക്കെ, പിന്നെ അകത്തെ സ്പേസിന്റെ കാര്യത്തിലൊന്നും ഒന്നും ഡൗട്ട് ഇല്ല, ഒരു പ്രശ്നമില്ല. സ്പേഷ്യസ് ആണ്, ഭയങ്കര സ്പേഷ്യസ് ആണ്. സീറ്റ് തൈ സപ്പോർട്ട് ഒക്കെ എങ്ങനെയുണ്ട്? പെർഫെക്റ്റ്, അതൊന്നും പ്രശ്നമില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഡ്രൈവ് പൊസിഷൻ എല്ലാം നമുക്ക് ലോങ് ഡ്രൈവിൽ യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഇല്ല. പിന്നെ പ്രോയിലാണ് ഓട്ടോ ഡിമ്മിങ് ഒക്കെ നല്ലൊരു ഫീച്ചറാണ്. അതിനുപരി ഹെഡ്ലൈറ്റിന്റെ വിസിബിലിറ്റിക്ക് പ്രത്യേകിച്ച് ഗുണം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഈ ഓട്ടോ ഡിമ്മിങ് വന്നപ്പോൾ തന്നെ മറ്റൊന്ന് നമുക്ക് എപ്പോഴും ഹൈ ബീമിൽ ഓടിക്കാൻ പറ്റില്ല, നമ്മളത് ലോ ബീമിലേക്ക് മാറ്റേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ ലോ ബീമിൽ ഇട്ട് തന്നെ ആയിരിക്കും ഓടിക്കുന്നത്. പക്ഷെ ഇതിൽ ആ പ്രശ്നമില്ല, നമുക്കത് ഫുൾ ടൈം. അതെ, വിസിബിലിറ്റി കുറച്ചുകൂടി നല്ലതാണ്. വണ്ടി വരുമ്പോൾ ഓട്ടോമാറ്റിക് ഡിം ആയിക്കോളൂ, അതുകൊണ്ട് എപ്പോഴും നമുക്ക് അല്ലാത്ത സമയത്ത് വിസിബിലിറ്റി. റൈറ്റ്. നൈറ്റ് ഡ്രൈവിംഗ് വിസിബിലിറ്റിക്ക് ഒന്നും പ്രശ്നമില്ല. ഓക്കെ, പിന്നെ EVയുടെ ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ പോകുന്നത്. ചാർജിങ് സ്റ്റേഷൻസ് പലയിടത്ത് പോയി ചാർജ് ചെയ്യുന്നു, ക്യൂ നിൽക്കേണ്ടി വരുന്നു, ചിലയിടത്ത് സ്റ്റേഷൻ വർക്ക് ചെയ്യാതെ വരുന്നു, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ സ്ഥിരമായിട്ട് നേരിടേണ്ടി വരാറുണ്ടോ? അതോ അതിപ്പം നമ്മൾ കേരളത്തിൽ പൊതുവെ വലിയൊരു പ്രശ്നം അതിൽ വരുന്നില്ല. കാരണം വെച്ചാൽ നമ്മൾ ആ ആപ്പ് വെച്ച് തന്നെ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റേഷനുകളുണ്ട്. ഓക്കെ, ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാർജിങ് സ്റ്റേഷൻ? ചാർജിങ് സ്റ്റേഷൻ എന്താ പറയുക, നമ്മുടെ ഗോയിസി റിലേറ്റീവ്ലി നല്ലതാണ്. പിന്നെ ജിയോ BP താരിഫ് വൈസ് നല്ലതാണ്, നമുക്ക് റിലയബിൾ ആണ്. സിയോൺ നല്ലതാണ്. ചാർജ് മോഡ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം നല്ല യൂസ് ചെയ്യാറുണ്ട്, നല്ലതാണ്. അതിലൊന്നും പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. എത്ര കോസ്റ്റ് ആണ്? 17 rupees and 21 rupees ആണ് ഏകദേശം. അതിൽ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. പ്രശ്നം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പീക്ക് ടൈമിൽ കുറച്ച് താരിഫ് കൂടുതലായിരിക്കും. ഇപ്പം 22 സംതിങ്ങിലേക്കൊക്കെ ചിലപ്പോൾ പോകാറുണ്ട്. പിന്നെ അത് ഇപ്പം നമ്മൾ KSEB താരിഫിൽ വരുത്തിയിരിക്കുന്ന വ്യത്യാസം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇതിലും ആ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മളൊന്ന് നോക്കേണ്ട ഒരു കാര്യമാണ് ചാർജിങ്ങിൽ. കുറച്ച് ചിലർ പറയുന്നുണ്ട് ഒരു CNG വെഹിക്കിൾ എടുത്ത് ഓടിക്കുന്ന ആ ഒരു എക്സ്പെൻസ് തന്നെയാണ് ഇത് പുറത്ത് ചാർജ് ചെയ്താൽ ശരിയാണ്. നമുക്കത് നമ്മൾ ശ്രദ്ധിച്ചത് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് നമുക്കൊരു ഓപ്ഷനായിട്ട് വളരെ എമർജൻസി സിറ്റുവേഷനിൽ മാത്രം യൂസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ പോക്കറ്റിന് നല്ലത്. ഓക്കെ, വീട്ടിൽ സോളാർ ആണോ? സോളാർ ഞാനിപ്പോൾ ചെയ്തിട്ടില്ല. എന്താ വെച്ചാൽ ഇപ്പോൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ സോളാർ ചെയ്യുന്നതിനുള്ള ഒരു അസൗകര്യം അവിടെ ഉണ്ട്. അപ്പോൾ ഫ്ലാറ്റിൽ 2 ചാർജർ യൂസ് ചെയ്ത് സോളാർ ഇല്ലാതെ യൂസ് ചെയ്തിട്ടും നമുക്കൊരു 1.5 നിർത്താൻ പറ്റും. ഓൺലി തിങ്സ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആ സമയം ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ രാവിലെ 6 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ കൂടുതലും ഇപ്പോൾ പ്ലഗ് ഇൻ ചെയ്യുന്നത്. അപ്പം താരിഫിലും വ്യത്യാസം ഒരുപാട് വരില്ല. നേരെ മറിച്ച് നമ്മൾ പീക്ക് ടൈമിൽ പോയാൽ കൂടുതൽ റെഡി വരും. സോ ഇനി നമുക്ക് സജഷൻസിലേക്ക് കിടക്കാം. ഒരു വിൻസർ EV Pro, ക്രെറ്റ EV, VE6, MG ZS EV, ടാറ്റയുടെ EVs, കർവ് EV, അങ്ങനെ കുറേ കോമ്പറ്റീഷൻ ഉണ്ട് ഈ ഒരു 20 lakhs ബഡ്ജറ്റിൽ. അതിലിൻ്റെ പക്ക കോമ്പറ്റീഷൻ വേണേൽ ക്രെറ്റ EVയെ പറയാം അല്ലേ? ഓക്കെ, ഇതിൽ നിന്നൊക്കെ EV പ്രോയിലോട്ട് വരണമെന്ന് സജസ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ പോയിന്റ്സ് എന്തൊക്കെയാണ്? അതിന് ടെക്നിക്കൽ സൈഡ് അഗൈൻ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ക്രെറ്റയിൽ യൂസ് ചെയ്തിരിക്കുന്ന ബാറ്ററിയേക്കാൾ ബെറ്റർ ബാറ്ററി ബാറ്ററിയാണല്ലോ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതൊരു LFP ബാറ്ററീസ്. അതെ, നമ്മളത്
LFP പ്രിസ്മാറ്റിക് ലൈറ്റ് എന്നാണ് അതിന് ജനറലി യൂസ് ചെയ്യുന്നത്. prismatic ടെക്നിക്കൽ ടേം എന്താണെന്ന് എനിക്ക് പറയാൻ അറിയില്ല. അപ്പോൾ അതൊരു വ്യത്യാസമാണ്. പിന്നെ ഇതൊരു ബോൺ EV ആണ്, മറ്റേത് ഒരു ഡിറൈവ്ഡ് EV ആണ്. അപ്പോൾ അതിൻ്റെതായ വ്യത്യാസം രണ്ടിലും വരും. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള സ്പേസ് നോക്കിയാലും, സ്ക്രീൻ സൈസ് നോക്കിയാലും, പ്രൈസ് നോക്കിയാലും, ഫീച്ചേഴ്സ് നോക്കിയാലും എല്ലാം നമുക്ക് ആ ഒരു എഡ്ജ് വിൻസർ EV പ്രോയിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നെല്ലാം സജസ്റ്റ് ചെയ്യുന്ന വിൻസർ EV തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ല, എൻ്റെ യൂസേജ് ഇപ്പം കൺസ്യൂമർ ബിഹേവിയർ വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ BE6ൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഒരു ടെസ്ലയുടെ എന്താണ് സൈബർ ട്രക്ക്, അതിന് കുറച്ച് ഐഡൻറ്റിക്കൽ ഡിസൈനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ആൽഫ കിഡ് അല്ലെങ്കിൽ ഒരു 2000 ശേഷമുള്ള ഒരു കിഡൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അതിൻ്റെ ആ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ ആയിരിക്കും ഇഷ്ടപ്പെടുക. പക്ഷേ എനിക്ക് എൻ്റെ യൂസേജിന് കുറച്ച് ഇത് നല്ലതായിട്ട് തോന്നി. കൺവീനിയൻസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്, പ്രയോറിറ്റി അതായിരുന്നു. റിലയബിലിറ്റി ആണ് പ്രയോറിറ്റി, അതൊക്കെ കൊണ്ട് ഇതിലോട്ട് വന്നു. റൈറ്റ്. പ്രാക്ടിക്കാലിറ്റി നമ്മൾ നോക്കുമ്പോൾ അതെ. സോ നമ്മൾ വിൻസർ EV പ്രോയുടെ ഉള്ളിൽ വന്നു. ഈ ബീച്ച് ഇന്റീരിയർ കാണുമ്പോഴേ അറിയാം ഇഷ്ടപ്പെട്ടു അല്ലേ? കുറച്ചുകൂടി മറ്റേതൊരു ബ്ലാക്ക് ആണ്, നമുക്കൊരു പ്ലസന്റ് ഫീൽ കിട്ടുന്നുണ്ട്. വേറെ ഒന്നും തോന്നത്തില്ല വ്യത്യാസങ്ങൾ അല്ലേ? വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇവര് കൊണ്ടുവന്നിട്ടില്ല. അകത്തിരുന്ന് ഇരിക്കുമ്പോൾ സീറ്റിന്റെ ക്വാളിറ്റിയിലോ സസ്പെൻഷന്റെ ക്വാളിറ്റിയിലോ സ്പീക്കറിന്റെ ക്വാളിറ്റിയിലോ വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സ്റ്റിയറിംഗ് എന്റെ സെയിം അത് തന്നെ, വ്യത്യാസമൊന്നുമില്ല. സ്റ്റിയറിംഗ് എനിക്ക് കൺട്രോൾസിൽ എന്തോ വളരെ ചെറിയ വ്യത്യാസമുണ്ട്. എന്താ വെച്ചാൽ ഇതിന്റെ അഡാസ് ആക്ടിവേറ്റ് ചെയ്യുന്നത് മറ്റേതിൽ ക്രൂയിസ് ആക്ടിവേറ്റ് ചെയ്യുന്ന പോലെയാണ്. അതല്ലാതെ വേറെ ഡിഫറൻസ് ഒന്നും. പിന്നെ നമുക്ക് ടെയിൽ ഓപ്പൺ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം പ്രോയിലോട്ട്, നോർമലിൽ നിന്ന് പ്രോയിലോട്ട് വന്നതിന് വലിയൊരു വൗ ഫാക്ടർ ഒന്നും വന്നിട്ടില്ല. ഇല്ല. ഓൺലി അബൌട്ട് ദ റേഞ്ച് എന്താ മറ്റേ ഇലക്ട്രിക് ടൈൽ ഗേറ്റ്, പിന്നെ ഓട്ടോ ഡിമ്മിങ്, അങ്ങനെ കുറച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. സ്പീക്കർ ക്വാളിറ്റി എങ്ങനെയുണ്ട്? നല്ലതാണ്, എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ ചില ആളുകളൊക്കെ ഇപ്പം ഇതൊരു വലിയ സ്ക്രീനാണ്, അപ്പോൾ ആ സ്ക്രീനിലേക്ക് നമ്മുടെ ഈ ആമസോണിന്റെ ഫയർ സ്റ്റിക്ക് ഉണ്ടല്ലോ, അത് കണക്ട് ചെയ്യാനായിട്ടുള്ള ഡിവൈസ് വാങ്ങിയിട്ട് അത് നമുക്ക് യൂട്യൂബും പോലെ യൂസ് ചെയ്യാൻ അതൊരു സാധ്യതയാണ്. പിന്നെ കാർലിങ്കോ വേറെ എന്തോ ഒരു പ്രൊഡക്റ്റ് കൂടി ഉണ്ട് നമുക്കിത് കൺവേർട്ട് ചെയ്യാനായിട്ട്. ഒരു എയർ ലിങ്ക് എന്ന് പറയുന്നത് ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ട്. അത് വേണ്ടവർ ലിങ്ക് താഴ്ത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടവർ വാങ്ങുക. യെസ്. അപ്പം അങ്ങനത്തെ പിന്നെ എനിക്കിപ്പം കോളും മാപ്പും ഇതാണ് എനിക്ക് എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ ആവശ്യം വരുന്നത്. അതുകൊണ്ട് ഞാനതൊന്നും പിന്നെ അധികം നോക്കിയിട്ടില്ല. ഓക്കെ, അപ്പം നമ്മൾ വൈഫിനോട് ചോദിച്ച പോലെ തന്നെ ഈ ഒരു ഫ്രണ്ടിൽ ഇത്രയും ഡാഷ്ബോർഡ് ഏരിയ വന്നിരിക്കുന്നത് കൺഫ്യൂസിങ് ഒന്നും അല്ലല്ലോ? അങ്ങനെ ഇപ്പം ഒരു ദിവസം യൂസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് അതിന്റെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാം. പിന്നെ നമുക്ക് 360 വ്യൂ ഇതിൽ കിട്ടുന്നുണ്ട്. എങ്ങനെയുണ്ട് അതിന്റെ ക്വാളിറ്റി? നല്ല ജസ്റ്റ് നമുക്ക് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ, 3D വ്യൂ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഇതിൽ തന്നെ പ്രോപ്പറാണ്. ഓക്കെ, അത്തരം കാര്യങ്ങളെല്ലാം വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ലാഗോ ബഗ്ഗോകളോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ആകെ ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കൽ മാത്രം എനിക്ക് ഫാസ്റ്റ് ചാർജിങ് യൂസ് ചെയ്ത സമയത്ത് അത് ഹാഫ് ആൻ അവറിൽ അത് സോർട്ട് ചെയ്യാനും പറ്റി. ജസ്റ്റ് നമ്മൾ സർവീസ് സെന്ററിൽ ഡ്രോപ്പ് ചെയ്ത് ഹാഫ് ആൻ അവറിൽ അവരത് റെക്ടിഫൈ ചെയ്തു. അതല്ലാതെ ഒന്നും വന്നിട്ടില്ല. പിന്നെ MID ചെറുതാണ് വന്നിരിക്കുന്നത്, അതൊരു നെഗറ്റീവ് തോന്നുന്നുണ്ടോ? അത് ഓക്കെ ആണോ? ഇപ്പം അതിലിപ്പം ഒരുപാട് കാര്യങ്ങളൊന്നും വരുന്നില്ല. ചെറുതും 8 ഇഞ്ച് ഉണ്ട്. മീൻസ് അതിന്റെ വേറൊരു ഏരിയ ഒന്നും അല്ല, സെപ്പറേറ്റ്. നമ്മളൊരു ഐസ് എഞ്ചിനിൽ വരുന്ന നോർമൽ സ്ക്രീൻ സൈസ് അല്ലെങ്കിൽ അതിന് മുകളിലാണ് 8 ഇഞ്ച് എന്ന് പറയുമ്പോൾ. പക്ഷേ ഇതിന്റെ കൂടെ ഇരിക്കുമ്പോൾ അതൊരു ചെറുതായിട്ട് ഫീൽ ചെയ്യണമെന്നേ ഉള്ളൂ. അതിൽ ഒരുപാട് ഇൻഫർമേഷൻ ഒന്നും ഇവര് പ്ലേസ് ചെയ്തിട്ടില്ല. അപ്പൊ അതിൽ കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് അതിന്റെ സൈസ് നമ്മളൊരു ചെറിയ വര എങ്ങനെ, നോർമൽ ഒരു വര വരച്ചിട്ട് അതിനെ എങ്ങനെ ചെറുതാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈഡിലൊരു വലിയ വരയോടെ വരയ്ക്കും എന്ന് പറയുന്ന പോലെ സൈഡിൽ പിന്നെ എക്സാക്ട് നമ്മളെ ഫേസ് ചെയ്തിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ആ നൈറ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു വലിയ സ്ക്രീൻ ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഫേസിലേക്ക് ആ ഒരു ബുദ്ധിമുട്ട് വന്നേക്കാം. ഇത് അതുകൊണ്ടായിരിക്കാം ചിലപ്പം ഈ സ്ക്രീൻ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട്. റിഫ്ലക്ഷൻ അടിക്കുന്നില്ലല്ലോ? റിഫ്ലക്ഷൻ ഞാൻ ഒരു സജഷൻ പോലെ പറയാം. ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെ തന്നെ, നമ്മൾ ഈ ഒരു സ്ക്രീൻ ഗാർഡ് മാറ്റ് ഫിനിഷ് ആണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത്രയും ലൈറ്റിന്റെ ഒരു പ്രശ്നം വരില്ല. വലിയ സ്ക്രീൻ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പം നമ്മളിതിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് MGയുടെ വരുന്ന ഒരു ഗ്ലോസി ഫിനിഷിൽ വരുന്ന സ്ക്രീൻ ഗാർഡാണ്. മറ്റേ നമ്മളൊരു മാറ്റ് പ്ലേസ് ചെയ്താൽ കുറച്ചുകൂടി നമുക്ക് നല്ലതാണത്.
പിന്നെ എല്ലാം സ്ക്രീനിലാണ് കൺട്രോൾ ചെയ്യുന്നത്. മിറർ അഡ്ജസ്റ്റ്മെന്റ് ഉൾപ്പെടെ AC കൺട്രോൾസിന് സെപ്പറേറ്റ് സ്വിച്ചസ് ഉണ്ട്. അതല്ലാതെ എല്ലാം ഡിസ്പ്ലേയിലാണ് കൺട്രോൾ ചെയ്യുന്നത്. അതൊരു ബുദ്ധിമുട്ട് എന്നുള്ളത് ഒരേ ഒരു കാര്യം, അതായത് നമുക്കിപ്പം ഈ ORVM ഫോൾഡ് നമുക്കൊരു വൺ ടച്ച് ഉണ്ടെങ്കിൽ ജസ്റ്റ് എളുപ്പമാണ്. നോർമൽ ഉള്ള അത് കുറച്ച് നമ്മൾ ചെറിയ റോഡുകളിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്കിത് ഫോൾഡ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ സ്ക്രീനിൽ പോയി ചെയ്യാന്ന് വെച്ചാല് അത് മാത്രം ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ബാക്കി എല്ലാം നല്ലത് തന്നെ. ബഗ്ഗുകളൊന്നും വന്നിട്ടില്ല, ആൻഡ്രോയിഡ് ഓട്ടോ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു ഫോൺ പോലെ തന്നെ കറക്റ്റ് ആകാം അലേർട്ട് വരുമ്പോൾ നമ്മളത് അപ്ഡേറ്റ് ചെയ്തേക്കുക. ഒരു ഫോൺ യൂസ് ചെയ്യുന്ന പോലെ തന്നെ. ഓക്കെ. പിന്നെ സ്റ്റോറേജ് സ്പേസുകളെല്ലാം ഉണ്ട്. സ്റ്റോറേജ് സഫീഷ്യന്റ് ആണ്. നമുക്ക് ഇവിടെ നല്ലൊരു സ്പേസ് അവർ തരുന്നുണ്ട്. ചാർജിങ്ങും എല്ലാം അടക്കം ഇതിനകത്തൊരു സ്പേസ് പോകുന്നുണ്ട്. പിന്നെ ഹോൾഡേഴ്സ് എല്ലാം നല്ല സ്പേഷ്യസ് ആണ്. അതെ. ഓക്കെ. പിന്നെ സീറ്റിൽ ചെളി പിടിക്കുന്ന പ്രശ്നമായിട്ട് മീൻസ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല. ഞാനിതിപ്പം മെയിൽ വാങ്ങിയതല്ലേ, 3 മാസം യൂസ് ചെയ്തിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും നല്ല മെറ്റീരിയലിന് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ പെട്ടെന്ന് ജസ്റ്റ് ഒരു ഇന്റീരിയർ ഓടിച്ചിട്ടൊന്ന് കാണിച്ചാണ്. വിൻസർ പോലെ തന്നെയാണ് പ്രോയും, എങ്കിലും കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവുന്ന കാണിച്ചതേ ഉള്ളൂ. നമുക്കിനി പുറത്ത് പോയിട്ട് സർവീസ് കോസ്റ്റ് ചോദിക്കാം, ബാക്കി കാര്യങ്ങൾ സംസാരിച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ. റിയർ ഡിസൈനിനെ പറ്റി എന്ത് തോന്നുന്നുണ്ട്? റിയർ ഡിസൈൻ ഞാൻ പറഞ്ഞില്ല, ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ എന്നൊന്നും പറയാനില്ല. ഇപ്പം നമ്മുടെ പഴയ ഇന്നോവ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ആളുകൾക്ക്. പിന്നെ ഇപ്പോൾ ഒരുപാട് കൂപ്പേ ഡിസൈൻ വണ്ടികളൊക്കെ വരുന്നുണ്ട്. പക്ഷെ കൂപ്പേ ഡിസൈൻ എന്ന് പറയുമ്പം നമുക്ക് കുറച്ച് എന്തെങ്കിലും വലിയൊരു സാധനമൊക്കെ ഇതിനകത്ത് പ്ലേസ് ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. നേരെ മറിച്ച് ഇത്തരത്തിലുള്ള ഡിസൈൻ ആണെങ്കിൽ ഇത് വല്ലാതെ ഒരു സ്പോർട്ടി ഡിസൈൻ ഒന്നും അല്ല, പക്ഷെ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഇതായിരിക്കും പർപ്പസ് നടക്കും. അതെ. ഓക്കെ. പിന്നെ വിൻസർ ഇപ്പോൾ 17,000 ആയി. എത്ര സർവീസസ് ആയി? ഇപ്പോൾ 2-3 സർവീസ് ആയിട്ടുണ്ട്. എത്ര കോസ്റ്റ് വെച്ചായിട്ട് ഓരോ കോസ്റ്റ്? എനിക്ക് അതും ഒരു രസകരമായ കാര്യമാണ്. ഞാൻ ഈ 18,000 യൂസ് ചെയ്യുമ്പം എനിക്ക് ആകെ ഇതിൽ വന്നിരിക്കുന്ന 1000 രൂപയാണ് 3 സർവീസോട് ചേർത്തിട്ട് വന്നിരിക്കുന്നത് കോസ്റ്റ്. ഓക്കെ. ഇത് സർവീസ് ചെയ്യാനുള്ള ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. അതിന് കോസ്റ്റ് ഒന്നും കാണില്ല. ഇത് തന്നെ അതിലും വരാൻ വഴിയുള്ളൂ. ഓക്കെ. പിന്നെ വണ്ടി എടുത്തത് എവിടുന്നായിരുന്നു? ഫോർച്യൂൺ MG. എങ്ങനെയുണ്ട് അവിടുത്തെ സർവീസ്? ഫോർച്യൂൺ MG അവിടെ എസ്പെഷ്യലി അവരുടെ ഒരു മാനേജറുടെ പേര് എടുത്തു പറയേണ്ടി വരും. നഹാസ് എന്നാണ് ആളുടെ. ഓക്കെ. ആള് ഇപ്പൊ എൻ്റെ കയ്യിൽ ഒരു ഇഗ്നിസ് ഉണ്ടായിരുന്ന കാര്യം പറഞ്ഞില്ലേ, അത് സെല് ചെയ്യുന്ന കാര്യത്തിനായാലും എല്ലാം നമുക്ക് ആസ് ഓൺ ഡേറ്റ് ഒരു എക്സലന്റ് സർവീസ് ആണ് ആളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. വണ്ടി എടുക്കുന്നത് ഒരു ടാസ്ക് അല്ലായിരുന്നു? ടാസ്ക് ആയിരുന്നില്ല, നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു എല്ലാം ആളുടെ ഭാഗത്ത് നിന്ന്. ഓക്കെ. പിന്നെ ഇതുപോലെ ആഫ്റ്റർ സെയിൽസ് സപ്പോർട്ട് സർവീസിൽ ഒരു രാകേഷ് അവരുടെ സർവീസ് ഹെഡ്, അദ്ദേഹവും വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ 2 തരത്തിൽ നോക്കിയാലും നമുക്കത് ഇതുവരെയും ആ വിൻസർ അവിടെ നിന്ന് തന്നെയാണ്. റൈറ്റ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ ആ ഒരു സർവീസ് സെന്റർ തന്നെ അപ്പം അത് റെക്കമെൻഡ് ചെയ്യും. ഓക്കെ. എസ്പെഷ്യലി ഇവർ 2 പേരും നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ. അതൊക്കെയായിരുന്നു നമുക്ക് വിൻസർ EV പ്രോയെ പറ്റിയും വിൻസറിന്റെ ഒരു ലോങ് ടേം റിവ്യൂവിനെ പറ്റിയും ചോദിക്കാനുണ്ടായിരുന്നത്. താങ്ക് യു സോ മച്ച് ബ്രോ. വളരെ നന്ദി. നല്ലൊരു എക്സ്പീരിയൻസ്. പുതിയതായിട്ട് വിൻസർ EV അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ നോക്കുന്നവർക്കായിട്ട് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് അറിയാനായിട്ട് സാധിച്ചു. വളരെ നന്ദി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഇപ്പം തന്നെ ചെയ്തു. അപ്പം നമ്മൾ പുതിയ യൂസ്ഫുൾ യൂസർ എക്സ്പീരിയൻസ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു.